Yes. ഹലോ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് നമ്മുടെ വെബ്സൈറ്റിലേക്ക് തന്നെ ലോഗിൻ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം സുഹൈറ എന്താണ് ഫോട്ടോ എടുത്തേ? ഫോട്ടോ എടുത്ത് നമ്മൾ ഹീറോ ഹോസ്റ്റലിൽ പോയിട്ട് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ഉണ്ടല്ലോ. അതെ. ആ അഡ്മിനിസ്ട്രേറ്റീവ് URL എന്താണ്? അതിവിടെ മേളിൽ ടൈപ്പ് ചെയ്യുക. ഏറ്റവും മേളിൽ വേണം ടൈപ്പ് ചെയ്യാനായിട്ട് കേട്ടോ. ഓക്കെ. HTTPS പിന്നെ കോളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കുത്ത്. നമ്മൾ ഫോട്ടോ എടുത്തതാണോ ചെയ്യണ്ടേ? അതിനകത്ത് കണ്ടിട്ടുണ്ടാവുമല്ലോ അഡ്മിനിസ്ട്രേറ്റീവ് URL എന്ന് പറഞ്ഞിട്ടൊരു ഫോട്ടോയിൽ എഴുതിയേക്കുന്നേ. അതൊന്നും എടുത്തോളൂ. അല്ലല്ല, അങ്ങനെ എഴുതണ്ട. ഇവിടെ എഴുതേണ്ടത് അഡ്മിനിസ്ട്രേറ്റീവ് URL-നകത്തുള്ള HTTPS : നമ്മുടെ വെബ്സൈറ്റിന്റെ പേര് HTTPS : 2 കുത്ത് / നമ്മുടെ വെബ്സൈറ്റിന്റെ പേര് എന്തായിരുന്നു ഫോട്ടോ എടുത്തത്? ഓക്കെ. ജോമോന് കിട്ടിയല്ലോ അല്ലേ? ജോമോൻ കിട്ടിയല്ലോ അല്ലേ? ജോമോൻ മുഹമ്മദ് സാഹിബ് കിട്ടുന്നുണ്ടോ? ശീതൾ, ജിൻഷ എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇവിടെ വന്നിട്ടുണ്ട്. യെസ്, അതൊന്ന് എൻ്റർ കൊടുക്കൂ. വേറെ ഒന്നും ക്ലിക്ക് ചെയ്യണ്ട, എൻ്റർ കൊടുത്താൽ മതി. ഓക്കെ. അപ്പൊ ഇതിനകത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ എന്തായിരുന്നു? ഇത് സുഹൈറ ഫുൾ സ്ക്രീൻ ആക്കിക്കോളൂ വേണമെങ്കിൽ. ഫുൾ സ്ക്രീൻ ആക്കി വെക്കുക. എന്നിട്ട് അവിടെ എഴുതുക അഡ്മിൻ, ADMIN. അതിന്റെ തൊട്ട് താഴെ നമ്മൾ പാസ്വേഡ് എല്ലാവർക്കും സെയിം തന്നെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ എളുപ്പമായി. PASSWORD 123 @ ഒരു മിനിറ്റ്. കണ്ണിന്റെ സിമ്പിളിൽ ക്ലിക്ക് ചെയ്ത് ചെക്ക് ചെയ്യുക നമ്മുടെ പാസ്വേഡ് കറക്റ്റ് ആണോ അതോ തെറ്റാണോ. 123 2 @ കൊടുക്കുക. ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് 2 ക്ലിക്ക് ചെയ്യുക. ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് 2 തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരെണ്ണം കൂടി. യെസ്, ഓക്കെ. എന്നിട്ട് എൻ്റർ ലോഗിൻ കൊടുക്കുക. ഓക്കെ, സുഹൈറ റെഡിയാണ്. സുഹൈറ അത് സേവ് ചെയ്തോളൂ റൈറ്റ് സൈഡിൽ. പിന്നീടാണെങ്കിലും പെട്ടെന്ന് കയറാനായിട്ട് എളുപ്പമായിരിക്കും. സാറേ, ഈ ഗോഡാഡി ചെന്നിട്ട് മൈ പ്രൊഡക്റ്റിലല്ലേ നമ്മൾ ഇത് പോണ്ടേ? അല്ലല്ല ജോമോനെ, ഒരു മിനിറ്റ് കേട്ടോ, ഒറ്റ മിനിറ്റ്. സുഹൈറ റെഡി ആയല്ലോ? ഒന്ന് സ്റ്റോപ്പ് ഷെയർ ചെയ്തോളൂ. ജോമോൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ. ശീതൾ, ജിൻഷ, മുഹമ്മദ് സാഹിബ് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയോ? ഇല്ല, എൻ്റെ റെഡി ആയിട്ടില്ല. റെഡി ആയിട്ടില്ല? ഇല്ല. ഓക്കെ. ജോമോൻ, ഇത് സൂം ഭയങ്കരമായിട്ട് സൂം ആയിരിക്കുകയാണല്ലോ. അതിനൊന്ന് ഔട്ട് സൂം ചെയ്യാവോ? റൈറ്റ് സൈഡിൽ മേളിൽ 3 കുത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് മേളിലുള്ള 3 കുത്തിൽ ക്ലിക്ക് ചെയ്ത് അതിനെ ഒന്ന് ചെറുതാക്കുക. ഓക്കെ, റെഡി ആയിട്ടുണ്ടേ. ഇനി പുതിയ ടാബിലേക്ക് വരിക. നമ്മൾ ഇന്നലെ ഫോട്ടോ എടുത്തതായിട്ട് ഓർക്കുന്നുണ്ടോ? അതിലെന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് URL കൊടുത്തത്? HTTP. അതവിടെ അപ്പുറത്ത് പുതിയ ടാബിൽ ടൈപ്പ് ചെയ്യുക. പുതിയ ടാബിലേക്ക് വരും. റെഡി ആയിട്ടുണ്ട്. ശീതളിന്റെ ഓക്കെ ആയല്ലോ? ഓക്കെ. ജിൻഷ എങ്ങനെയുണ്ട്? റെഡിയാണ്. ഓക്കെ. മുഹമ്മദ് സാഹിബ് ഒറ്റ മിനിറ്റ്. HTTPS : നമ്മുടെ വെബ്സൈറ്റിന്റെ പേര്. അഡ്മിനിസ്ട്രേറ്റീവ് URL ടൈപ്പ് ചെയ്യാം.
ജോമോൻ കട്ടായി പോയി. ജോമോൻ കട്ട് ചെയ്തതാണോ കട്ടായി പോയതാണോ? ഓക്കെ എൻ്റർ ചെയ്യട്ടെ. ജോമോൻ കട്ടായി പോയി. കട്ടായി. സ്ക്രീൻ കട്ടായോ? ഷെയറിംഗ് കിട്ടായല്ലോ. ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തേക്കാമോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ ഉണ്ട് ഉണ്ട്, ഉണ്ട്, ഉണ്ട്. യെസ്. അതല്ല ജോമോൻ, പുതിയ ടാബിൽ നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്ന യെസ് അത് തന്നെ കറക്റ്റ്. അത് വീണ്ടും കട്ടായി പോയി. കുഴപ്പമില്ല കുഴപ്പമില്ല. ശ്രദ്ധിക്കുക. എന്താണാവോ എന്തോ ഒരു ശ്രദ്ധ മാറുന്നുണ്ട് അവിടെ നിന്ന്. അതാണ് പറ്റുന്നതെന്ന് തോന്നുന്നു അല്ലേ? സാർ ഇപ്പൊ യൂസർ നെയിമും പാസ്വേഡുമായിട്ട് വന്നു. ഷെയർ പിന്നെയും പോയി. അതെ, ഷെയർ പിന്നെയും പോയി. മുഹമ്മദ് സാഹിബിന് ഷെയറിംഗ് കാണുന്നുണ്ടോ? ഇല്ല, കാണുന്നില്ല. കാണുന്നില്ല. ഓക്കെ, ജോമോൻ ഒന്ന് ഷെയർ ചെയ്തോളൂ. ഓക്കെ, ഇപ്പൊ കാണാം. റൈറ്റ് സൈഡിൽ കണ്ടോ മേളിൽ? അവിടെ സെലക്ട് ചെയ്തിട്ട് ADMIN അഡ്മിൻ. അതിൻ്റെ തൊട്ട് താഴെ പാസ്വേഡ് 123 P ക്യാപിറ്റൽ ASSWORD സ്മോൾ ലെറ്റർ. ആ കണ്ണിന്റെ സിമ്പലിൽ അത് കഴിഞ്ഞിട്ട് ക്ലിക്ക് ചെയ്ത് നോക്കുക പാസ്വേഡ് ശരിയാണോ അല്ലയോ. വന്നിട്ടില്ല കണ്ടോ? അപ്പൊ ഇതൊക്കെയാണ് ശ്രദ്ധക്കുറവെന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് ഇതുകൊണ്ട്. പാസ്വേഡ് ഓക്കെ ഓക്കെ. ആ പാസ്വേഡ് ആ പാസ്വേഡ് കഴിഞ്ഞിട്ട് എന്താണ് നമ്മൾ എഴുതിയത് ഓർക്കുന്നുണ്ടോ? 123 യെസ് അറ്റ്. ഓക്കെ, മുഹമ്മദ് സാഹിബ് ഷെയർ ചെയ്തോളൂ കേട്ടോ. സാറേ വിഷയം എന്താ വെച്ചാല് പിന്നെ ഡ്യൂട്ടിയിലാണ് ഇപ്പൊ ഇന്നുള്ളത്. അപ്പൊ ലാപ്ടോപ്പ് റൂമിലാണുള്ളത്. അപ്പോ നമ്മള് അയ്യോ പണിയായില്ല. ഡ്യൂട്ടി ആണെങ്കിൽ പണിയാണ്. എന്ത് ചെയ്യും അപ്പോ പറയൂ. ഇപ്പൊ ഇവിടെ സിസ്റ്റത്തിൽ ഞാൻ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പിന്നെ ആ ഡൊമൈനിൽ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാമറ ഓൺ ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. അങ്ങനെയൊക്കെ കാണിച്ചാൽ വലിയ ബുദ്ധിമുട്ടാന്നേ. കാണാനേ പറ്റില്ല. എന്താന്ന് എഴുതിയേക്കുന്ന ഒന്നും കാണാൻ പറ്റില്ല. അതാണ് ഒരു പ്രോബ്ലം. നമ്മൾ അതുകൊണ്ടാണ് ഇതൊന്ന് ലാപ്ടോപ്പിൽ തന്നെ കയറുക. കണ്ടോ, അതെല്ലാം ബ്ലർ ആയിട്ടിരിക്കുക. ജോമോന് വായിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല ഇല്ല. ഓക്കെ ഓക്കെ. ഒരു കാര്യം ചെയ്യും, ഞാൻ സാറേ റെക്കോർഡഡ് ക്ലാസ് ജസ്റ്റ് ഞാൻ ക്ലാസ്സിൽ ശ്രദ്ധിച്ചോളാം. അതിപ്പോ ഇങ്ങനെ ആവുമ്പോ ഇപ്പോ യെസ് ഇനിയിപ്പോ പ്ലീസ്. നാളെ മുതൽ പിന്നെ റംസാന്റെ സ്റ്റാർട്ടിങ് ആവുമ്പോ ഇനി ആ ഒരു ടൈമിൽ ഇവര് ദുബായ് ടൈമിങ്ങിന് പറഞ്ഞ പ്രശ്നമാണ്. ഈ കാര്യമായിട്ട് എങ്ങനെ സോൾവ് അല്ല, ആവുന്നില്ല. ഇപ്പൊ സിസ്റ്റം മുമ്പിലുണ്ടല്ലോ, അതിൽ നിന്ന് കേറിക്കൂടെ? സിസ്റ്റം മുമ്പിൽ വെച്ചത് ഞാൻ സംഭവം ഞാൻ നോക്കുന്നുണ്ട്. അല്ല, ഇന്നലെ നമ്മൾ അതിൽ നിന്നല്ലേ കയറിയത്? അല്ല, ഇന്നലെ ലാപ്ടോപ്പിലായിരുന്നു, ഇന്നലെ റൂമിലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ കാലിന് സുഖമില്ലായിട്ട് 3 ദിവസം ഓഫായിരുന്നു. ആ ലാപ്ടോപ്പിലാണ് ലോഗിൻ ചെയ്തിരുന്നത്. ഓക്കെ ഓക്കെ. അതിൽ സൂം ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് കയറാൻ പറ്റുമല്ലോ. അങ്ങനെയാണെങ്കിൽ നന്നായിരുന്നു. കുഴപ്പമില്ല, പോട്ടെ. അപ്പൊ നമുക്കിനി അതൊരു ലിമിറ്റേഷൻ ആണ് കേട്ടോ അങ്ങനെ ആവുമ്പോൾ. ബട്ട് അതെ, ഇതൊന്ന് നോക്കണം, കാരണം നമ്മൾ ഇനി അടുത്ത ആഴ്ച പുതിയൊരു ടോപ്പിക്കിലേക്ക് പോവുകയും. ഞാൻ നോക്കട്ടെ. ഞാൻ എന്തെങ്കിലും വഴി ഉണ്ടാന്ന് ഞാൻ നോക്കാം. ലാപ്ടോപ്പ് കയ്യിൽ കരുതാനോ എന്തെങ്കിലും ഞാൻ ചെയ്യാം. യെസ് പ്ലീസ്, യെസ് പ്ലീസ്. എന്താന്ന് വെച്ചാൽ നെക്സ്റ്റ് വീക്ക് നമ്മൾ വേറെ വേറെ ടോപ്പിക്സിലേക്കൊക്കെ കടക്കും. അങ്ങനെ അതെ അതെ. ആകുമ്പോഴേക്കും പിന്നെ നമുക്ക് ഇത് കുറച്ച് ലിമിറ്റേഷൻസിലോട്ട് പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെ സാരില്ല. നമുക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരേ ലെവലിൽ പോകണമെങ്കിൽ ചിലതൊക്കെ കോംപ്രമൈസ് ചെയ്തേ പറ്റൂ. അതെ, ഈ ഒരു ടൈമിങ്ങിന്റെ വിഷയമാണ്, അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അതെ അതെ. സാരില്ല, പോട്ടെ. എന്തായാലും ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ഒക്കെ ചെയ്തോളൂ കേട്ടോ. ഓക്കെ. ഓക്കെ ഓക്കെ. ജോമോൻ എന്ന സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാവർക്കും കിട്ടിയല്ലോ, എല്ലാവർക്കും ലോഗിൻ ചെയ്യാൻ പറ്റി. സുഹൈറ ഓക്കെ ആണോ? സുഹൈറ ചെയ്യാൻ പറ്റിയായിരുന്നല്ലോ അല്ലേ? നിസ്കാരം തുടങ്ങുന്നു. സുഹൈറ മ്യൂട്ടാണ്.
ഹെഡർ കത്തുണ്ടോ? സാർ ഷെയർ ചെയ്യാൻ ആയിട്ടുണ്ടോ? പറ്റും സാർ. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫുൾ സ്വിങ്ങിലേക്ക് കടക്കുകയാണ്. ജിൻഷ, ശീതൾ എല്ലാവരും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മൾ നമ്മുടെ വെബ്സൈറ്റിലോട്ട് കടക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ഫുൾ സ്ക്രീൻ ആക്കി വെച്ചോളൂ ജോമോൻ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കണ്ടോ, ആ റൈറ്റ് സൈഡിൽ ഒന്ന് സൂം ഔട്ട് ചെയ്യുക. ഇത് ജോമോൻ മാത്രം ഒന്ന് സൂം ഔട്ട് ചെയ്യുക, കാരണം അതിന്റെ റെസൊല്യൂഷൻ ഭയങ്കര വലുതാ. ആ 3 കുത്ത് കണ്ടോ റൈറ്റ് സൈഡിൽ മേളിൽ. നമ്മൾ അതിനെ ഒന്ന് ജസ്റ്റ് 80 ആക്കിക്കോളൂ. 80യോ അങ്ങനെ വല്ല. ഓക്കെ. ഇതിനകത്ത് ഇനി ലെഫ്റ്റ് സൈഡിൽ മേളിൽ കണ്ടോ ജോമോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് Yes. നമ്മുടെ പേര് കാണാൻ പറ്റും. അത് ഒറ്റ തവണ ക്ലിക്ക് ചെയ്യുക. അത് ഒരു തവണ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് കാണാൻ പറ്റും. ഓക്കെ, അതൊന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ എല്ലാവരും ചെയ്തോളൂ കേട്ടോ. സുഹൈറ എന്ന് പറഞ്ഞ് കാണാം, ജിൻഷ എന്ന് പറഞ്ഞ് കാണാം, ശീതൾ എന്ന് പറഞ്ഞ് കാണാം. അപ്പോൾ നമുക്ക് അവിടെ നമ്മുടെ വെബ്സൈറ്റിനെ കാണാൻ പറ്റും. ഇപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ബ്ലാങ്ക് വെബ്സൈറ്റ് ആണ്. ഇതിനെ നമ്മളൊരു തീമൊക്കെ കൊടുത്ത് നല്ല അട്രാക്റ്റീവ് ആക്കി എടുക്കുന്നതാണ്. അതെങ്ങനെയാണെന്ന് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ കാണും. അപ്പോൾ എല്ലാവരും റെഡി ആണല്ലോ? നമ്മളിനി ഫുൾ സ്വിങ്ങിലേക്ക് മുന്നോട്ട് പോവുകയാണ്. ഓക്കെ. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. മുഹമ്മദ് സാഹിബ് നോട്ട് ഡൗൺ ചെയ്തോളൂ. ഓക്കെ. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കണ്ടോ W, ഒരു വട്ടത്തിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു W, അതിനെ Yes. ഒറ്റ തവണ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ വേർഡ് പ്രസിന്റെ ഡാഷ്ബോർഡിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അതുമല്ല, ഇപ്പോൾ കറന്റ്ലി നമ്മൾ 6.7.2 വെർഷനിലാണ് നിൽക്കുന്നത് നമ്മുടെ ഈ ഒരു വേർഡ് പ്രസ് വെബ്സൈറ്റ്. അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നാളെ നോക്കുമ്പോൾ ചിലപ്പോൾ 6.7.3 ആയിരിക്കും, അല്ലെങ്കിൽ 6.8.0 ആയിരിക്കും, ചിലപ്പോൾ 7.0.1 ആയിരിക്കും. ഒന്നും നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഓരോ സമയത്തും ഇത് അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അത് അപ്ഡേഷൻസ് നടക്കട്ടെ. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് കണ്ടോ, നമുക്ക് പ്ലഗിൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. എല്ലാവരും ശ്രദ്ധിക്കണം. ഡാഷ്ബോർഡിൽ എത്തിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് പ്ലഗിൻസ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. പ്ലഗിൻസ് ആർക്കെങ്കിലും കിട്ടാത്തതായിട്ടുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്യുക, പറയുക. എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ പ്ലഗിൻസിൽ കർസർ വെക്കുമ്പോൾ തന്നെ ആഡ് ന്യൂ പ്ലഗിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ആഡ് ന്യൂ പ്ലഗിൻ നമ്മുടെ വെബ്സൈറ്റിന് ഓരോരോ അഡീഷണൽ ഫീച്ചേഴ്സ് കൊടുക്കാനുള്ള ഒരു ഏരിയ ആണ് നമ്മുടെ ഈ ഒരു പ്ലഗിൻ. അപ്പോൾ ആഡ് ന്യൂ പ്ലഗിനിൽ സെലക്ട് ചെയ്തോളൂ. എല്ലാവരും ആഡ് ന്യൂ പ്ലഗിനിൽ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് സൈഡിലായിട്ട് സെർച്ച് പ്ലഗിൻസ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് വരിക. അവിടെ ഒരു ബ്ലാങ്ക് സ്പേസ് കാണാം. ആർക്കെങ്കിലും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയണം. ഓക്കെ, ഇനി നമുക്ക് ആ സെർച്ച് പ്ലഗിൻസിന്റെ കൂടെ തന്നെ അവിടെ സെർച്ച് ചെയ്യാം സ്റ്റാർട്ടർ ടെംപ്ലേറ്റ്. STARTERTEMPLATES. അതെ, വന്നുണ്ട്. സ്റ്റാർട്ടർ ടെംപ്ലേറ്റ്സ് കണ്ടോ? അല്ലെങ്കിൽ സ്റ്റാർട്ടറിന് മാത്രം കൊടുത്താൽ മതി. സ്റ്റാർട്ടർ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴേക്കും TER വരെ, 6 വരെ മതി. STARTER. അപ്പൊ അതില് ഫസ്റ്റ് തന്നെ കണ്ടോ സ്റ്റാർട്ടർ ടെംപ്ലേറ്റ്, എലമെന്റോർ, വേർഡ് പ്രസ്, ബീവർ, ബിൽഡർ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അതിനെ നമ്മൾ ഇൻസ്റ്റാൾ നൗ എന്ന് പറഞ്ഞു കൊടുക്കുക. നമ്മളപ്പോൾ ഇതിനകത്തൊരു പ്ലഗിൻ ആഡ് ഓൺ ചെയ്യുക നമ്മുടെ വെബ്സൈറ്റിന് ഒരു അഡീഷണൽ ഫീച്ചർ ഒക്കെ കൊടുക്കാൻ. അപ്പോൾ അതിനകത്ത് നമുക്ക് കുറേ ഫ്രീ തീംസ് അവൈലബിൾ ആണ്. നല്ല അട്രാക്റ്റീവ് ആക്കിയ ഒരു വെബ്സൈറ്റിനെ ബിൽഡ് ചെയ്യാനായിട്ട് ഇവിടെ പറ്റും. എല്ലാവരും ഇൻസ്റ്റാൾ നൗ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ആക്ടിവേറ്റ് എന്ന് പറഞ്ഞു കൊടുക്കുക. അതൊരു ബ്ലൂ കളർ ബട്ടണിൽ
കാണാൻ പറ്റും. ആക്ടിവേറ്റ്. എല്ലാവർക്കും ആക്ടിവേറ്റ് കൊടുക്കാൻ പറ്റിയോ? യെസ്. ഇത് ശീതൾ, Yes, ജിൻഷ. sir. Yes, sir. ഓക്കെ. പറ്റി. അങ്ങനെയാണെങ്കിൽ റൈറ്റ് സൈഡിൽ ടോപ്പിൽ AI വെബ്സൈറ്റ് ബിൽഡർ എന്ന് പറഞ്ഞ് കാണാം. AI വെബ്സൈറ്റ് ബിൽഡർ. അതിനെ ഒറ്റ തവണ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എലമെന്റോർ എന്ന് പറഞ്ഞിട്ട് ഒരു മിനിറ്റ്, ബ്ലോക്ക് എഡിറ്റർ, എലമെന്റോർ, ബീവർ ബിൽഡർ എന്നൊക്കെ പറഞ്ഞ് കാണാം. ഈ കാണുന്നതെല്ലാം പേജ് ബിൽഡേഴ്സ് ആണ്. പേജ് ബിൽഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെബ്സൈറ്റിനെ ബിൽഡ് ചെയ്തെടുക്കാനുള്ള ഒരു ബിൽഡറാണെന്ന് മാത്രം. ഓക്കെ. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എലമെന്റർ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പേജ് ബിൽഡറാണ്. നമ്മളിപ്പോൾ തൽക്കാലം അത് വെച്ച് തന്നെ ചെയ്യാം. തൽക്കാലം എലമെന്റോർ എല്ലാവരും സെലക്ട് ചെയ്യുക. എലമെന്റോർ എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പതുക്കെ താഴേക്ക് വരിക. അവിടെ നമുക്ക് കുറേ തീംസ് കാര്യങ്ങളൊക്കെ ലോഡായി വരേണ്ടതാണ്. അതിൽ ബിസിനസ്സിനെ സെലക്ട് ചെയ്യൂ. ബിസിനസ്സിനകത്ത് വരട്ടെ. ഏജൻസി കൊടുക്കുക. ഏജൻസി. അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് കൊടുക്കുക. ഒന്നും ലോഡ് ആവുന്നില്ല. ഓക്കെ. തൽക്കാലം വേറെ ഒരെണ്ണം എടുക്കുക. ബ്ലോഗ് എന്ന് പറഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ നമ്മുടെ തീംസ് ഒന്നും കാണുന്നില്ല. ഫുഡ് ബ്ലോഗ് ഒന്ന് കൊടുക്കൂ. ഫുഡ് ബ്ലോഗ്. എല്ലാവർക്കും ബ്ലാങ്ക് ആയിട്ടാണോ വരുന്നത്? അതെ, ഒന്നും വരുന്നില്ല. ഓക്കെ ഫൈൻ. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക. തൽക്കാലം നിങ്ങളുടെ എല്ലാവരുടെയും തീം ഞാൻ തന്നെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തരാം. ഒരു കാര്യം ചെയ്തോളൂ. ജോമോൻ, എല്ലാവരുടെയും വെബ്സൈറ്റിന്റെ URL ഒന്ന് കോപ്പി ചെയ്യുക. മേളിലത്തെ ഇതൊന്ന് കോപ്പി ചെയ്തിട്ട് നമ്മുടെ ചാറ്റിലേക്ക് ഒന്ന് ഇട്ടോളൂ. അപ്പോൾ ആദ്യം ഇടുന്ന ആൾക്കാർക്ക് ആദ്യമേ തന്നെ ഇതൊക്കെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് തരാം. .online വരെ മതി കേട്ടോ. https:/online വരെ കോപ്പി ചെയ്യുക. jomon.online അത്രയും വരെ കോപ്പി ചെയ്തിട്ട് നമ്മുടെ സൂമിന്റെ ചാറ്റിലോട്ട് ഒന്ന് ഇട്ടോ. ഓക്കെ. ജിൻഷ ഫസ്റ്റ് തന്നെ ഇട്ടിരിക്കുകയാണ്. സെക്കൻഡ് ജോമോൻ ഇട്ടിരിക്കുകയാണ്. എല്ലാവരുടെയും വെബ്സൈറ്റിന്റെ URL ഒന്ന് നമ്മുടെ ചാറ്റിലേക്ക് ഇടുക. ഓക്കെ. ജോമോൻ ഒന്ന് സ്റ്റോപ്പ് ഷെയർ ചെയ്തിട്ട് സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കുക കേട്ടോ. എല്ലാവരുടെയും വെബ്സൈറ്റിന്റെ URL കൊടുക്കുക. ഇപ്പോൾ ഫസ്റ്റ് തന്നെ ജിൻഷ മാത്രമേ കൊടുത്തത്. ജിൻഷയും ജോമോനും മാത്രമാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ URL കൊടുത്തിരിക്കുന്നത്. ഓക്കെ. എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ഈ വെബ്സൈറ്റിനകത്ത് ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ URL കൊടുത്തിട്ട് അതിൻ്റെ കൂടെ /admin എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. ഓക്കെ. സുഹൈറ വെബ്സൈറ്റിന്റെ URL കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫോർ ദ ടൈം ബീയിങ് നമ്മൾ ഒരു 2 മിനിറ്റ് ലാഭിക്കാൻ അത് ഞാൻ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് ചെയ്യാമെന്ന് മാത്രം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൽ അത് ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാവരുടെയും അത് ലോഡ് ആവുന്നില്ല. അങ്ങനെ ഒരു ചെറിയ പ്രോബ്ലം വന്നുകൊണ്ടാണ് ഇപ്പോൾ ഞാനിത് ടേക്ക് ഓവർ ചെയ്തത്. ഓക്കെ. ഇതിൽ നമുക്കൊന്ന് 2 പ്ലഗിൻ വെറുതെ ഡിലീറ്റ് ചെയ്യണം. അതിൻ്റെ ആവശ്യം വരുന്നില്ല. നമ്മൾ ആ സ്റ്റാർട്ടർ ടെംപ്ലേറ്റിനെ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോവാം. AI ബിൽഡർ നമ്മൾ സെലക്ട് ചെയ്തായിരുന്നു. ഇതിൽ നമ്മൾ എലമെന്റോർ എന്ന് പറഞ്ഞായിരുന്നു സെലക്ട് ചെയ്തത് അല്ലേ? അതെ, എനിക്ക് ഇവിടെ കാണുന്നുണ്ട്. കണ്ടോ?
ഞാനിപ്പോൾ തൽക്കാലം ഒരു തീമിനെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ലോഗോ ഒക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ലോഗോ ഡിസൈനിങ് ഒക്കെ നമ്മൾ പിന്നീട് ഒരു ദിവസം പഠിക്കുന്നുണ്ട്. ഡിസൈനിങ്ങിൻ്റെ ഒരു പാർട്ട് തന്നെ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ തൽക്കാലം ഇതിനെ സ്കിപ്പ് ദിസ് സ്റ്റെപ്പ് കൊടുത്തു. എന്നിട്ട് ഐ അണ്ടർസ്റ്റാൻഡ് ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞിട്ട് സബ്മിറ്റ് ആൻഡ് ബിൽഡ് മൈ വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഇതിപ്പോൾ ജോമോന്റെ വെബ്സൈറ്റ് ആയിരുന്നു. ഇതേപോലെ തന്നെ നമുക്ക് അടുത്തത് എല്ലാവരും തന്നിട്ടില്ലല്ലോ. ജോമോന്റെ വെബ്സൈറ്റ് അല്ല, ജിൻഷിയുടെ വെബ്സൈറ്റ് ആയിരുന്നു. ശീതൾ തന്നില്ല, മുഹമ്മദ് സാഹിബ് തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ വെബ്സൈറ്റിന്റെ ഇൻസ്റ്റലേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫോർ ദ ടൈം ബീയിങ് ഇപ്പോൾ നമ്മൾ ജോമോന്റെ വെബ്സൈറ്റിലേക്കും ലോഗിൻ ചെയ്യാണ്. നമ്മൾ നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്പാണ് കേട്ടോ സുഹൈറ. അതൊരു ഐഡിയ കിട്ടിയല്ലോ അല്ലേ? കിട്ടി സർ. ഓക്കെ, നമ്മളിപ്പോൾ തൽക്കാലം എല്ലാവരുടെയും വെബ്സൈറ്റ് ഒന്ന് റെഡിയാക്കി എടുക്കാം. നമ്മളിത് നേരത്തെ അതിനകത്ത് കുറേ തീംസ് ഉണ്ട്, ഫ്രീ തീമാണ്. നമ്മൾ അതിനെ സെലക്ട് ചെയ്തു, ഇതിനെ സ്കിപ്പ് ദി സ്റ്റെപ്പ് കൊടുത്തിട്ട് പിന്നെ നമ്മളിപ്പോൾ ജോമോന്റെ സെയിം പ്രൊസീജിയർ സബ്മിറ്റ് ആൻഡ് ബിൽഡ് മൈ വെബ്സൈറ്റ്. ആ, ജിൻഷയുടെ വെബ്സൈറ്റ് റെഡി ആയിട്ടുണ്ട്. ശീതൾ എന്താ അത് ഷെയർ ചെയ്തിട്ടില്ല? ശീതളുണ്ടോ? ആ സാർ ഇപ്പൊ ഷെയർ ചെയ്യാട്ടോ, ഒന്ന് ഹാങ് ആയിപ്പോ ഇപ്പൊ തരും. ഓ ഓ, കുഴപ്പമില്ല. ഓ, ഇതെല്ലാം എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ വീണ്ടും ആ ഒരു എലമെന്റോറിലേക്ക് വരുന്നു. ഇവിടെ കുറേ തീംസ് ഉണ്ട് കേട്ടോ. എന്ത് തീം വേണമെങ്കിലും നമുക്ക് എടുക്കാം, ഇഷ്ടമുള്ള തീം എടുക്കാം. ഫ്രീ ആയിട്ടുള്ള തീമും ഉണ്ട്, പ്രീമിയം തീമും ഉണ്ട്. നമ്മളിപ്പോൾ തൽക്കാലം ഫ്രീ തീമാണ് എടുക്കുന്നത്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ലോഗോ ഒക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ലോഗോ ഇല്ലല്ലോ. ലോഗോ ഇല്ലാത്തതുകൊണ്ട് അതിനെ സ്കിപ്പ് ചെയ്തു ആ സ്റ്റെപ്പിനെ. എന്നിട്ട് സബ്മിറ്റ് ആൻഡ് ബിൽഡ് മൈ വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. ജോമോന്റെ വെബ്സൈറ്റ് റെഡി ആയിട്ടുണ്ട്. ശീതളിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് URL എന്താണെന്ന് പറയാമോ? ഞാൻ തന്നെ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിക്കോട്ടെ. ശീതൾ തിരക്കിലാണോ? ഡിന്നർ ടൈം അങ്ങനെ വല്ലതും ആണോ? ഓ, സാർ അയച്ചിട്ടുണ്ട്. യെസ് യെസ് യെസ്, കിട്ടിയിട്ടുണ്ട്. സർ ഇപ്പൊ ഒക്കെ വന്നിട്ടുണ്ട്. ആദ്യം ബ്ലാങ്ക് ആയിരുന്നു, ഇപ്പൊ ഒന്നുകൂടി റീഫ്രഷ് അടിച്ചപ്പോ ഒക്കെ വന്നു, ടെംപ്ലേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അല്ല ഇനിയൊന്നും ചെയ്യില്ല. ഇത് കഴിഞ്ഞു, ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അല്ല, ഞാൻ ചെയ്തിട്ടില്ല, പറഞ്ഞതാണ്. ഓക്കെ ഓക്കെ. രണ്ടുപേരും ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചേഞ്ചസ് വരും. അപ്പോൾ ജിൻഷയുടെ റെഡിയായി, ജോമോന്റെ വെബ്സൈറ്റ് റെഡിയായി, സുഹേറയുടെ വെബ്സൈറ്റും റെഡി ആയിരിക്കുകയാണ്. ഇതൊന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒന്ന് പറഞ്ഞുതരാമോ? ഇത് ആർക്കാ പറയാൻ പറ്റുക? നമ്മളിപ്പോൾ എങ്ങനെയാ ഇതിനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്? ഒരു തീം ഇടുന്നത് എങ്ങനെയാ? നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തു. യെസ്, അതില് സുഹൈറ നമ്മുടെ പേരിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത്, ഓക്കെ. അത് കഴിഞ്ഞ് പ്ലഗിൻസ് അല്ല W നമ്മുടെ വേർഡ് പ്രസ് എന്ന് പറഞ്ഞ ഒരു
എംബ്ലത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്തു. അതെ, അത് നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് എത്താൻ പറ്റി അല്ലേ? അതെ, പ്ലഗിൻ ചെയ്തു. അതില് പ്ലഗിൻസില് സെർച്ച് പ്ലഗിൻസിൽ നമ്മൾ സ്റ്റാർട്ടർന്ന് കൊടുത്തു. ആ സ്റ്റാർട്ടറിൽ നമ്മൾ സ്റ്റാർട്ടർ ടെംപ്ലേറ്റ് ഇൻസ്റ്റാൾ ചെയ്തു. യെസ് യെസ്. അതിൽ വെബ്സൈറ്റ് ബിൽഡർ നമ്മൾ ക്ലിക്ക് ചെയ്തു. അതിൽ എലമെന്റർ ക്ലിക്ക് ചെയ്തു. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മൾ ആ ഒരു സ്റ്റെപ്പ് ചെയ്യുവാണ്. സുഹേറയാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കണ്ടോ കുറേ ടീംസ് ഉണ്ട് കേട്ടോ, താഴോട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യണം? നമ്മള് ആ തീം സെലക്ട് ചെയ്ത് തീം സെലക്ട് ചെയ്ത് ലോഗോ വേണമെങ്കിൽ ലോഗോ ആഡ് ചെയ്യാം അല്ലേ? നമ്മുടെ കയ്യിൽ ഇപ്പോൾ ലോഗോ ലോഗോ ഇല്ലല്ലോ. വേണമെങ്കിൽ അതെ അപ്പൊ അതുകൊണ്ട് നമ്മൾ ലോഗോ ആഡ് ചെയ്യുന്നില്ല. പിന്നെ താഴോട്ട് വരുന്നു, കണ്ടിന്യൂ. കണ്ടിന്യൂ കൊടുക്കുന്നു. ഇതിന് ഇനി എന്ത് ചെയ്യണം? ഇതൊന്നും നമുക്ക് വേണമെന്നില്ല, സെലക്ട് എ ഫീച്ചർ, അതൊന്നും ആവശ്യമില്ല അല്ലേ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അതുകൊണ്ട് സ്കിപ്പ് ചെയ്തു. ആ സ്റ്റെപ്പ് നമ്മൾ സ്കിപ്പ് ചെയ്തു. സ്കിപ്പ് ചെയ്തു. ഇതില് പേരും ഇമെയിൽ അഡ്രസ്സും ഒന്നും കൊടുത്തില്ല. ഇല്ലാണ്ട് തന്നെ ഐ അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് നേരെ സബ്മിറ്റ് ആൻഡ് ബിൽഡ് മൈ വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇൻസ്റ്റലേഷൻസ് അവിടെ നടക്കും. ഓക്കെ, അങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട്. മുഹമ്മദ് സാഹിബ്, വെബ്സൈറ്റിന്റെ പേരൊന്ന് പറയാവോ? അങ്ങനെയാണെങ്കിൽ ഞാനത് ഇൻസ്റ്റാൾ ചെയ്ത് തരാമായിരുന്നു. കാരണം നാളെ ചെയ്യുമ്പോൾ മേ ബി അതൊരു നമുക്ക് എളുപ്പമായിരിക്കും, അതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ ഫൈൻ. യെസ്, ഓക്കെ, ഇപ്പോൾ ഡ്യൂട്ടിയിലാണ്. ക്ലാസ് ഉണ്ടോ സാറേ? നാളെ എന്താണ് ഓഫീസിൽ നിന്ന് എന്താ പറഞ്ഞേ? മൺഡേ ടു ഫ്രൈഡേ അല്ലേ? സാറ്റർഡേ ഓക്കെ ഓക്കെ, അപ്പോൾ മൺഡേ ടു മൺഡേ ടു ഫ്രൈഡേ എന്നാ ഫ്രൈഡേ. പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ഓക്കെ ഫൈൻ ഫൈൻ. അപ്പോൾ നമുക്ക് മൺഡേ ടു ഫ്രൈഡേ തന്നെ ആയിരിക്കും നമ്മുടെ ക്ലാസ്സസ് വരിക. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്, യുവർ വെബ്സൈറ്റ് ഇസ് റെഡി. കണ്ടോ, ഇതിനകത്ത് കണ്ടോ വ്യൂ യുവർ വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ശീതളിന്റെ വെബ്സൈറ്റ് റെഡി ആയിരിക്കുകയാണ്. വി ഓൾ ലവ് നേച്ചർ എന്ന് പറഞ്ഞിട്ടൊരു നല്ല തീം നമുക്ക് ഇതിനകത്തുണ്ട്. കണ്ടോ, എല്ലാവരുടെയും വെബ്സൈറ്റ് റെഡിയായി. സുഹേറയുടെ റെഡിയായി, അതേപോലെ തന്നെ ജോമോന്റെ റെഡിയായി, ഇപ്പോൾ ജിൻഷാറോന്റെ റെഡി ആയിരിക്കുകയാണ്. ഇനി എല്ലാവരും ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇനി ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം സ്റ്റോപ്പ് ഷെയർ ചെയ്യാണ്. ആരാണ് സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുക? നമുക്ക് സ്ക്രീൻ ഷെയറിങ്ങിലേക്ക് കടക്കാം. യെസ്, ജോമോൻ ഷെയർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ ജോമോൻ, നമുക്ക് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരാം. വെബ്സൈറ്റ് ഒന്ന് എടുത്തോ. ഓക്കെ, അതിനൊന്ന് ബാക്ക് എടുക്കൂ. ബാക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ ഒരു ലെഫ്റ്റ് ആരോ ഉണ്ട്. ഓക്കെ, ഇനി ഒന്ന് വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് നോക്കിയേ. ഏറ്റവും മേളിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ പേരിലൊന്ന് ക്ലിക്ക് ചെയ്യൂ. എല്ലാവരും ചെയ്യാട്ടോ. അപ്പൊ നമുക്കൊരു തീം വന്നിട്ടുണ്ടല്ലേ? ആ തീമിന്റെ റൈറ്റ് സൈഡിൽ കണ്ടോ, നമുക്ക് ഹോം, എബൌട്ട്, സർവീസ്, കോണ്ടാക്ട് എന്നൊക്കെ പറഞ്ഞ് അത് നമ്മുടെ ഓരോരോ പേജസ് ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം, ഒരു അഡീഷണൽ പേജ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഫോർ ദ ടൈം ബീങ് എല്ലാവർക്കും സെയിം തീമാണ് നമ്മൾ തന്നിരിക്കുന്നത്. അതൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ ചേഞ്ചസ് വരുത്താം. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടർ ടെംപ്ലേറ്റിൽ പോയി ചേഞ്ച് ചെയ്ത പോലെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചെയ്യണ്ട, അത് നമ്മൾ പിന്നെ കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ ഫ്രീ ആകുമ്പോഴൊക്കെ ചെയ്യാം. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരേ ലെവലിൽ മുമ്പിലേക്ക് പോവാം. എല്ലാവരും നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് വിസിറ്റ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഡാഷ്ബോർഡിലേക്ക് വരാം. യെസ് ശീതൽ പറഞ്ഞോളൂ. വിസിറ്റ് ചെയ്തെന്ന് പറഞ്ഞാണ് സാർ. ഓക്കെ ഓക്കെ, റെഡി ആയല്ലോ അല്ലേ? ഇനി ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ W, വട്ടത്തിലുള്ള W കണ്ടോ?
അതിനെ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. നമ്മുടെ നേരെ ഡാഷ്ബോർഡിലേക്ക് എത്തുകയാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് എന്താ, നമ്മൾ ഹോം അബൌട്ട് സർവീസ് എന്നൊക്കെ പറഞ്ഞ ഓരോരോ പേജസ് കണ്ടു. പക്ഷേ അതേപോലെ തന്നെ നമുക്കൊരു അഡീഷണൽ പേജും കൂടി ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് കണ്ടോ, എല്ലാവരും ഡാഷ്ബോർഡിൽ എത്തിയെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും എത്തിയില്ല എന്നുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്യുക, പറയുക. ഓക്കെ, അപ്പൊ ഈ കർസർ നമ്മൾ പതുക്കനെ ആ പേജസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ വെറുതെ വെക്കുക, ക്ലിക്ക് ചെയ്യണ്ട. വെറുതെ വെക്കുമ്പോൾ തന്നെ അവിടെ ആഡ് ന്യൂ പേജ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ആഡ് ന്യൂ പേജ്. നമുക്ക് അതിലൊരു പുതിയ പേജ് ക്രിയേറ്റ് ചെയ്യാം. എല്ലാവരും ചെയ്തോളൂ. നമ്മൾ ഡെമോ എന്ന് പറഞ്ഞിട്ടൊരു പേജ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഡെമോ, DEMO. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും വെൽക്കം ടു ദ ബ്ലോക്ക് എഡിറ്റർ എന്ന് പറഞ്ഞ് കാണാം. തൽക്കാലം അതിനെ നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം. വെൽക്കം ടു ദ ബ്ലോക്ക് എഡിറ്ററിനെ നമുക്ക് തൽക്കാലം ഒന്ന് ക്ലോസ് ചെയ്യാം. അതിൽ എല്ലാവർക്കും ക്ലോസ് ചെയ്യാൻ പറ്റിയെങ്കിൽ അവിടെ തന്നെ നമുക്ക് ആഡ് ടൈറ്റിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ആഡ് ടൈറ്റിൽ, അതിനെ സെലക്ട് ചെയ്യുക, ഡെമോ എന്ന് പറഞ്ഞു കൊടുക്കുക. ഡെമോ, DEMO എന്ന് പറഞ്ഞ് കൊടുത്തോളൂ. എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ ഡെമോ എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റി. ആർക്കെങ്കിലും ഡെമോ എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്യുക, പറയുക. സുഹേറ ഓക്കെ ആണല്ലോ? ജിൻഷ, ശീതൾ എല്ലാവരും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അങ്ങനെയാണെങ്കിൽ റൈറ്റ് സൈഡിൽ മേളിൽ നമുക്ക് പബ്ലിഷ് എന്ന് പറഞ്ഞ് കാണാം, നീല കളറിൽ ഒരു ബട്ടൺ. അതിനെ 2 തവണ ക്ലിക്ക് ചെയ്യണം. ആദ്യത്തെ ഒരു തവണ ക്ലിക്ക് ചെയ്ത് 1 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. ഇനി ഒന്നും കൂടി 1 തവണയും കൂടി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പബ്ലിഷിംഗ് സേവിംഗ് എന്ന് പറഞ്ഞ് കാണാം. നമ്മുടെ പേജ് അവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക, അത് കംപ്ലീറ്റ് ആയിട്ടില്ല. 2 തവണ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ കഴിയാത്ത ആരെങ്കിലും ഉണ്ടോ? ജിൻഷ എങ്ങനെയുണ്ട്? ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? 2 തവണ പബ്ലിഷ് ചെയ്തിട്ട് എഡിറ്റ് വിത്ത് എലമെന്റോർ എന്ന് പറഞ്ഞു കൊടുക്കുക. ഏറ്റവും മേളില്, അതല്ല, എഡിറ്റ് വിത്ത് എലമെന്റോർ. ജോമം വായിച്ചു നോക്കണേ. നടുക്കായിട്ട് എഡിറ്റ് വിത്ത് എലമെന്റോർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഒറ്റ തവണ കൊടുത്താൽ മതി. ആ എഡിറ്റ് വിത്ത് എലമെന്റോർ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ തന്നെ ഓക്കെ, നമുക്ക് ഡിസ്കവർ യുവർ ന്യൂ സൂപ്പർ പവേഴ്സ്. അതിന് തൽക്കാലം സ്കിപ്പ് കൊടുത്തോളൂ. സ്കിപ്പ് ഏറ്റവും താഴെ. ഓക്കെ, എല്ലാവർക്കും അത് സ്കിപ്പ് ചെയ്യാൻ പറ്റിയോ? ആർക്കെങ്കിലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തതായിട്ടുണ്ടോ? എല്ലാവരും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തത് റൈറ്റ് സൈഡിൽ ഈസി നാവിഗേഷൻ ഇസ് ഹിയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് വന്നിട്ടുണ്ട് അല്ലേ? അതിനെ ക്ലോസ് ചെയ്യുക കേട്ടോ. സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ അതിനെ ഒന്ന് ക്ലോസ് ചെയ്യുക. ജസ്റ്റ് ഒരു ഓവർലാപ്പിംഗ് വന്നിരിക്കുകയാണ്. ഈസി നാവിഗേഷൻ്റെ ഒരു ഓപ്ഷൻ ആയിരുന്നു. സ്ട്രക്ചർ എല്ലാവർക്കും ക്ലോസ് ചെയ്യാൻ പറ്റിയല്ലോ. ജിൻഷയ്ക്ക് ചെയ്യാൻ പറ്റിയോ? ചെയ്യാൻ പറ്റി. സുഹേറ ഓക്കെ അല്ലേ? ഓക്കെയാണ് സർ. ശീതൾ ഓക്കെ ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പൊ ഇതിനകത്ത് ഏറ്റവും നടുക്ക് ചെറിയൊരു വട്ടത്തിനകത്തൊരു പ്ലസ് കണ്ടോ? ഏറ്റവും നടുക്കായിട്ട് യെസ്, ആഡ് ന്യൂ കണ്ടെയ്നർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കാണാം. അതിനെ സെലക്ട് ചെയ്യാം.
ആഡ് ന്യൂ കണ്ടെയ്നർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലെക്സ് ബോക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനും വരും, ഗ്രിഡ് എന്ന് പറഞ്ഞും വരും. നമ്മൾ ഫ്ലെക്സ് ബോക്സിനെ സെലക്ട് ചെയ്യുകയാണ്. ഫ്ലെക്സ് ബോക്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൊരു സിംഗിൾ കോളം കാണാൻ പറ്റും. ഏറ്റവും ആദ്യത്തെ ലെഫ്റ്റ് സൈഡിൽ അറ്റത്ത് ആദ്യത്തെ ഡയറക്ഷൻ കോളം എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അതിനെ നമ്മൾ ക്ലിക്ക് ചെയ്യാം. സിംഗിൾ കോളത്തിനെ നമ്മൾ അവിടെ ആഡ് ഓൺ ചെയ്ത് കൊടുത്തു. അതെല്ലാവർക്കും ചെയ്യാൻ പറ്റിയോ? പറ്റി സർ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം ചെയ്യാം. നമുക്കിനി ഇതിൽ എന്താ ടെക്സ്റ്റ് വേണം, ഇമേജസ് ആഡ് ചെയ്ത് കൊടുക്കാം, എലമെന്റ്സിനെ ആഡ് ഓൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള വെബ്സൈറ്റിനെ ബിൽഡ് ചെയ്തെടുക്കണം. അതാണ് നമ്മുടെ അടുത്ത ഒരു സ്ട്രാറ്റജി. അപ്പോൾ അതിനു വേണ്ടി ലെഫ്റ്റ് സൈഡിൽ മേളിലായിട്ട് കണ്ടോ, ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലായിട്ട് നമുക്കൊരു പ്ലസ് കാണാൻ പറ്റും. ഇന്റെ തൊട്ടടുത്തായിട്ട് ആഡ് എലമെന്റ്സ് എന്ന് പറഞ്ഞ ഒരു ചെറിയ പ്ലസ് ഏറ്റവും മേളിൽ കാണാൻ പറ്റും. അത് ആർക്കെങ്കിലും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയുക. ആ പ്ലസിനെ സെലക്ട് ചെയ്യുക ആഡ് എലമെന്റ്സിനകത്ത്. ഓക്കെ. എല്ലാവരും ശ്രദ്ധിക്കണം. എല്ലാവരുടെയും മൗസ് ഉണ്ടോ? സുഹേറയുടെ കയ്യിൽ മൗസ് ഉണ്ടോ? ജിൻഷ, ഉണ്ട്. ശീതൾ? മൗസ് ഇല്ല, ലാപ്ടോപ്പിന്റെ ഇത് വെച്ച് ചെയ്യാം. ഓക്കെ, കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിലും ചെയ്യാം. എടുത്തിട്ടില്ല. എന്താന്ന് വെച്ചാൽ നമ്മളിനി ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയിലോട്ട് കിടക്കുകയാണ്. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. അപ്പോൾ അതിനു വേണ്ടി പതുക്കനെ താഴോട്ട് സ്ക്രോൾ ചെയ്യുക. നമ്മുടെ എലമെന്റ്സിൽ വളരെ പതുക്കെ ഒന്ന് വായിച്ച് ഓരോന്നും വായിക്കുക. ആദ്യം നമുക്ക് ലേ ഔട്ട് എന്ന് പറഞ്ഞ് കാണാം. ജോമോൻ ഒന്ന് ഓരോന്ന് വായിച്ചേ. ലേഔട്ട്, ഓക്കെ. ബേസിക്സ്, ബേസിക്സിന്റെ അകത്ത് എന്തൊക്കെയുണ്ട്? ഹെഡിങ്, ഇമേജ്, യെസ്. ടെക്സ്റ്റ് എഡിറ്റർ ഉണ്ട്, വീഡിയോ ഉണ്ട്, ബട്ടൺ, ബട്ടൺ, ഡിവൈഡർ, ഡിവൈഡർ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അതിന്റെ താഴോട്ടും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ? അങ്ങനെ കുറേ എലമെന്റ്സ് നമുക്കിവിടെ കാണാം. തൽക്കാലം ഏറ്റവും മേളിലേക്ക് വരിക. നമ്മൾ ആദ്യം തൊട്ടങ്ങ് തുടങ്ങാം. ലേഔട്ടിന്റെ തൊട്ട് താഴെ ബേസിക്കിനകത്ത് ഹെഡിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ആ ഹെഡിങ് ടി ജോമോൻ വെറുതെ സ്ക്രോൾ ചെയ്ത പോലെ ശ്രദ്ധിക്കണം, വായിച്ചു നോക്കുക. അപ്പോൾ അതിനെ ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് ഡ്രാഗ് ചെയ്ത് നമ്മുടെ ആ കോളത്തിന്റെ നടുക്കൊരു പ്ലസ് കണ്ടോ, ചെറുത് ലൈറ്റ് കളറിലൊരു പ്ലസ് കാണാൻ പറ്റും. അതിലോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഒരു പിങ്ക് ലൈൻ വരും. ആ പിങ്ക് ലൈൻ വരുമ്പോൾ നമുക്കതിനെ ലീവ് ചെയ്യാം, വിട്ടോളൂ. അതെല്ലാവർക്കും ചെയ്യാൻ പറ്റിയോ? ചെയ്യാൻ പറ്റി. യെസ്. എങ്ങനെയുണ്ട് ശീതൾ, സുഹേറ? ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? സർ ചെയ്യാൻ പറ്റിയില്ല. എന്ത് പറ്റി? എന്താ എന്താണ് പറ്റാതെ? അതെങ്ങനെയാ ചെയ്യണ്ടേ? ഒന്ന് ആരെങ്കിലും ചെയ്യുന്നത് കാണിച്ചത് എനിക്ക് മനസ്സിലായില്ലേ. ഓക്കെ, നോ പ്രോബ്ലം. ജോമോൻ ഒന്ന് സ്റ്റോപ്പ് ഷെയർ ചെയ്തോളൂ. ശീതൾ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യുക. ഓക്കെ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ക്ലാസ് ആണ്. ഇതിൽ നമ്മൾ ക്ലാസ്സിന്റെ ഇടയിൽ വേറെ പരിപാടി ഒന്നും ചെയ്യാണ്ടിരിക്കുക. കാരണം ഒരു പോയിന്റ് മിസ്സായി കഴിഞ്ഞാൽ ചിലപ്പോൾ മെയിൻ സാധനം അങ്ങ് മിസ്സാവും. അതൊക്കെ കാരണമാണ്. കുഴപ്പമൊന്നുമില്ല. യെസ്. കറക്റ്റ് ആണല്ലോ സുഹേറ ചെയ്ത കറക്റ്റ് തന്നെയാണ്. ആഡ് യുവർ ഹെഡിങ് ടെക്സ്റ്റ് ഹിയർ എന്ന് പറഞ്ഞു വന്നല്ലോ. സർ സ്ക്രീൻ ഷെയർ ചെയ്തത് ശീതളാണ്.
ആ ഓക്കെ ഓക്കെ, ശീതളിന്റെ അടുത്താണല്ലോ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, സുഹൈറ ഒന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ. ഓ യെസ്, അപ്പോ നമുക്ക് നോക്കാം. ആ ചെയ്തോളൂ കേട്ടോ, സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തോളൂ സുഹൈറ. ആ കാണുന്നുണ്ടോ സർ? ഓക്കെ. നമ്മൾക്ക് എന്താ ചെയ്യണ്ടേ? ആർക്കാ പറഞ്ഞു കൊടുക്കാൻ പറ്റുക? സുഹൈറക്ക് ഇത് കിട്ടിയില്ല, അപ്പോ ആർക്കാണ് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റുക? അൺമ്യൂട്ട് ചെയ്യാം, പറയാം. ജിൻഷയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ നമ്മളിപ്പം ചെയ്ത സ്റ്റെപ്പ്? ഓക്കെ. ഇപ്പൊ നമ്മള് നമ്മുടെ പേജിന്റെ ഏറ്റവും ടോപ്പിൽ ഒരു ലെഫ്റ്റ് സൈഡിൽ ഒരു പ്ലസ് സൈൻ കാണാൻ പറ്റും. യെസ്, അതെ. ഈ എന്നൊക്കെ എഴുതിയതിന്റെ തൊട്ടടുത്ത് അത് ആ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് വരും. ഇതേപോലെ ബേസിക്സ് അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് വരും. ടെക്സ്റ്റും ഇമേജും അങ്ങനെ കൊടുക്കാൻ പറ്റുന്നു. അതിനകത്തുനിന്ന് ടി എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക, ഹെഡിങ്. ആ ദേ ടി വന്നു കണ്ടോ. അപ്പോ ഇങ്ങനെ നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ട് നമ്മുടെ ഒരു ഹെഡ്ലൈൻ ആഡ് ഓൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. യെസ് യെസ്, ഇത്രയും വരെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ലെഫ്റ്റ് സൈഡിലായിട്ട് വേണം നമ്മൾ എഡിറ്റ് ചെയ്യാൻ. അവിടെ ടൈറ്റിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ? ടൈറ്റിൽ ലെഫ്റ്റ് സൈഡിലെ അതിന്റെ താഴെ ആഡ് യുവർ ഹെഡിങ് ടെക്സ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കാണാം. അതിനെ ബാക്ക് സ്പേസ് ചെയ്യാം മൊത്തത്തിൽ. അതിനെ ബാക്ക് സ്പേസ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മളൊരു ഡെമോ പേജ് ആണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ സുഹൈറാസ് എഴുതിക്കോളൂ. നമ്മൾ ഇപ്പൊ എന്താണ് ഈ വെബ്സൈറ്റിനെ ബേസ് ചെയ്ത് ചെയ്യാൻ പോകുന്നത് സുഹൈറ? എങ്ങനെയാണ് സാറേ? ഈ വെബ്സൈറ്റ് എന്തിനെ പറ്റിയാണ് സുഹൈറ ചെയ്യാൻ പോകുന്നത്? പേഴ്സണൽ വ്ലോഗ് ആയിട്ട് യൂസ് ചെയ്യും. പേഴ്സണൽ ബ്ലോഗാണ്. ഓക്കെ, അപ്പോൾ സുഹൈറാസ് ബ്ലോഗ് എന്ന് പറഞ്ഞു കൊടുക്കുക. ഷീതൾസ് ബ്ലോഗ് എന്ന് കൊടുക്കുക. ജിൻഷാസ് ബ്ലോഗ്. ജോമോൻസ് ബ്ലോഗ് എന്ന് പറഞ്ഞു കൊടുക്കുക. സുഹൈറാസ് ബ്ലോഗ് BLOG എന്നും കൂടി കൊടുക്കുക. ഓക്കെ, പറഞ്ഞോളൂ ജോമോൻ, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇല്ല സാർ, ഒന്നുമില്ല. ഓക്കെ, ഇനി ഒരു കാര്യം ചെയ്യുക. നമുക്ക് അവിടെ HTML ടാഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ ഇപ്പോൾ H2 ആയിട്ടാണ് കിടക്കുന്നത് താഴെ. അതിനെ H2നെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് H1 ടാഗ് ആക്കി മാറ്റാം. ഇപ്പോൾ നമുക്ക് ഹെഡിങ് ടാഗ് 1 നമ്മൾ കൊടുക്കുകയാണ്. അത് കുറച്ചും കൂടി വലിയ സൈസിലാണ് വരുന്നത്. അത് H1 to H3 H6 വരെയുണ്ട്. H6 എന്ന് പറയുമ്പോൾ അത് ഏറ്റവും ചെറുതായിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, ഇനി ഒരു കാര്യം ചെയ്യുക. H1 ആക്കാൻ പറ്റിയെങ്കിൽ അതിൽ ഏറ്റവും മേളിൽ ലെഫ്റ്റ് സൈഡിൽ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, കണ്ടോ? സ്റ്റൈൽ. ആ സ്റ്റൈലിനെ സെലക്ട് ചെയ്യുക. അതിനെ ഒന്ന് സെന്റർ അലൈൻ കൊടുക്കുക. സെന്റർ അലൈൻ സ്റ്റൈലിനെ ക്ലിക്ക് ചെയ്തിട്ട് അലൈൻമെന്റിന്റെ അകത്ത് രണ്ടാമത്തെ ഇതിനെ ക്ലിക്ക് ചെയ്യുക. എല്ലാവരും ചെയ്തോളൂ. ജോമോൻ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് Yes, വിചാരിക്കുകയാണ്. സാർ, ചെയ്യുന്നുണ്ട്. ഓക്കെ, എവിടെയെങ്കിലും സ്റ്റക്ക് ആവുകയാണെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ അൺമ്യൂട്ട് ചെയ്യുക, പറയുക. ഓക്കെ, അപ്പോൾ സുഹൈറാസ് ബ്ലോഗ്, അതിന്റെ താഴെ ഏറ്റവും താഴെ കണ്ടോ, നമുക്ക് ടെക്സ്റ്റ് കളർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനും കൂടി വരുന്നുണ്ട്. ടെക്സ്റ്റ് കളർ.
ആ ടെക്സ്റ്റ് കളറിന്റെ അവിടെ റെഡ് കളറിൽ ഒരു വെട്ട് വന്നിട്ടുണ്ട്, കണ്ടോ? ലൈൻ വന്നിരിക്കുകയാണ്. അതിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ റെഡ് കളർ ലൈനിനെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ മൾട്ടിപ്പിൾ കളേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്, കണ്ടോ? അതിനെയൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സിനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ആ കളേഴ്സിന്റെ അതിനകത്തൊരു കുത്ത് കണ്ടോ? അതിനെ മേളിലോട്ടാക്കുക. മേളിലോട്ടാക്കി കഴിഞ്ഞാൽ ആ കളർ നമുക്ക് മൊത്തമായിട്ട് കിട്ടും. കണ്ടോ? അതിന്റെ കളർ മാറി. ഓക്കെ, റെഡ് കളറാണ് കൊടുക്കുന്നത് അല്ലേ? അപ്പൊ അത് തന്നെ ഇരിക്കട്ടെ, അത് നന്നായിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാവരുടെയും ആയിട്ടുണ്ട്. എല്ലാവർക്കും കളർ മാറ്റാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അൺമ്യൂട്ട് ചെയ്യുക, പറയുക. സാറേ പറ്റിയിട്ടില്ല, കളർ ചേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ സുഹൈറ ഒന്ന് സ്റ്റോപ്പ് ഷെയർ ചെയ്തോളൂ. ജോമോൻ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തോളൂ. ഇതിപ്പോ ജോമോൻ ട്രാൻസ്പെറന്റ് ആക്കി കളഞ്ഞു മൊത്തത്തിലെ. ഉം. ആ ലെഫ്റ്റ് സൈഡിൽ ആ ബ്ലാക്ക് ലൈൻ വന്നേക്കണ കണ്ടോ? അവിടെ നിന്ന് റൈറ്റിലോട്ട് പോട്ടെ. മൊത്തം അറ്റത്തോട്ട് അങ്ങ് പോട്ടെ. ഇനി റെഡ് കളറിലോട്ട് ക്ലിക്ക് ചെയ്യുക. ആ കുത്തിനെ ക്ലിക്ക് ചെയ്തിട്ടേ അതിനകത്തൊരു കറുത്ത കുത്ത് കണ്ടോ? അതിനകത്ത് അതെ, അതിനെ ക്ലിക്ക് ചെയ്തിട്ട് മേളിലോട്ട് വലിക്കുക. വലിച്ചോളൂ, അറ്റത്തോട്ട് പോട്ടെ. റൈറ്റ് സൈഡിൽ അറ്റത്തോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ആ ഡാർക്ക് കളറിലേക്ക് എത്തിക്കാൻ പറ്റും. ഇനി താഴെ നമുക്ക് കളേഴ്സിനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി റെഡ്, ബ്ലൂ, ഗ്രീൻ ഏതാണ് ഇഷ്ടമുള്ള കളേഴ്സ് എല്ലാം ചേഞ്ച് ചെയ്ത്. Okay. ഓക്കെ, ആർക്കെങ്കിലും കളർ മാറ്റാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞോളൂ. റെഡി ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ ബ്ലോഗിന്റെ തൊട്ട് താഴെ ജോമോൻസ് ബ്ലോഗ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തല്ലേ, അതിന്റെ തൊട്ട് താഴെ വീണ്ടും ഒരു പ്ലസ് കാണാം. നമ്മൾ ആദ്യം എടുത്ത ഫ്ലെക്സ് ബോക്സ് ഒക്കെ എടുത്ത സ്ഥലത്ത് അത് തന്നെ ആ പ്ലസിനെ ക്ലിക്ക് ചെയ്യുക. അതിനെ ഹൈഡ് കൊടുത്തോളൂ കേട്ടോ ജോമോൻ. ആ പ്ലസിനെ ക്ലിക്ക് ചെയ്തിട്ട് ഫ്ലെക്സ് ബോക്സ് എന്ന് പറഞ്ഞ കണ്ടോ? ഫ്ലെക്സ് ബോക്സ്, യെസ്. അതിനെ സെലക്ട് ചെയ്തോളൂ. എല്ലാവരും ശ്രദ്ധിക്കണം. ഫ്ലെക്സ് ബോക്സിനെ സെലക്ട് ചെയ്തിട്ട് നമുക്കിനി 2 കോളം 2 എണ്ണം ഉള്ള ബോക്സിനെ സെലക്ട് ചെയ്യാം. എന്ന് വെച്ചാൽ മൂന്നാമത്തെ 2 എണ്ണം ഉള്ളതിനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ഡെമോ ആയിട്ട് എല്ലാ എലിമെന്റ്സിനെയൊക്കെ ഒന്ന് ആഡ് ചെയ്ത് നോക്കുകയാണ്. അതെങ്ങനെയുണ്ടെന്ന് നോക്കാം. എല്ലാവർക്കും 2 എണ്ണം ആഡ് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്യുക, പറയുക. സുഹൈറ ഓക്കെ അല്ലേ? ഓക്കെ ആണ് സർ. ഓക്കെ. ഇനി ഒരു കാര്യം ചെയ്യാം. നമുക്ക് ആ ലെഫ്റ്റ് സൈഡിൽ മേളിൽ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു പ്ലസ്, നമ്മുടെ എലിമെന്റ്സ് നേരത്തെ എടുത്തില്ലായിരുന്നു നമ്മുടെ ടെക്സ്റ്റ്, അതിലോട്ട് വരിക. വീണ്ടും ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഇന്റെ അടുത്തുള്ള പ്ലസിനെ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ എലിമെന്റ്സ് ആണ് അത്. അതിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബേസിക് ഇതിനകത്ത് ബേസിക്കിന്റെ അകത്തായിട്ട് ഇമേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ? എല്ലാവരും ശ്രദ്ധിക്കണം, വെറുതെ ക്ലിക്ക് ചെയ്യാൻ പാടില്ല. അതിനെ ഞെക്കി പിടിക്കുക, ഡ്രാഗ് ചെയ്ത് വലിച്ചിടുക. ഓക്കെ, എന്നാൽ മാത്രമേ അത് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ ഫൈൻ. എല്ലാവർക്കും ആദ്യത്തെ കോളത്തിനകത്ത് ഇടാൻ പറ്റിയോ ഇമേജിനെ? ആർക്കെങ്കിലും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്യുക, പറയുക. എല്ലാവർക്കും പറ്റിയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് കണ്ടോ നമുക്ക് ചൂസ് ഇമേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിനെ സെലക്ട് ചെയ്യുക, വെറുതെ ക്ലിക്ക് ചെയ്താൽ മതി. അവിടെ ഒരു വട്ടം, ഒരു മലയുടെ മേളിലൊരു കുത്തൊക്കെ ഉണ്ട്. ചൂസ് ഇമേജിന്റെ തൊട്ട് താഴെ, അതിന്റെ തൊട്ട് താഴെ കണ്ടോ ജോമോൻ? അത് തന്നെ, അവിടെ സെലക്ട് ചെയ്തിട്ട് സാർ ഒരു സെക്കൻഡ്, ഇമേജ് ഒന്ന് ചെയ്യുന്നേ ഉള്ളൂ, ഒന്ന് വെയിറ്റ് ചെയ്യൂ. യെസ് പ്ലീസ്. അപ്പോൾ ആരെങ്കിലും സ്റ്റക്ക് ആവുകയാണെങ്കിൽ അപ്പോഴേ പറയുക, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ അങ്ങ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അതാണൊരു കാര്യം. ഇമേജില് വന്നിട്ട്
ഇമേജിൽ ചൂസ് ഇമേജ് കൊടുത്തില്ലേ? ഇമേജിൽ വന്നിട്ട് ചൂസ് ഇമേജ് കൊടുക്കണം. ആ ചൂസ് ഇമേജ് കൊടുത്തോളൂ. എങ്ങനെയുണ്ട് ശീതൾ? ഓക്കെ ആണോ? ശീതൾ എവിടം വരെ എത്തി? ശീതൾ വോയിസ് കേൾക്കുന്നുണ്ടോ? ഹലോ സാർ, ഡ്രാഗ് ചെയ്തു. ഡ്രാഗ് ചെയ്തു, വെരി ഗുഡ്. എവിടേക്ക് ഡ്രാഗ് ചെയ്തു? രണ്ടാമത്തെ കോളത്തില്. ഓ, അത് ഫസ്റ്റ് കോളത്തിലേക്കായിരുന്നു ഇടേണ്ടത്. കുഴപ്പമില്ല, ഒന്നും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിക്കുക, അപ്പുറത്തെ ഫസ്റ്റ് കോളത്തിലോട്ട് ഡ്രാഗ് ചെയ്തിട്ട്. ശ്രദ്ധിക്കുക, നമ്മളിപ്പോ പഠിക്കുന്നതിന്റെ സമയത്ത് വേറെ എന്തെങ്കിലും ചെയ്യാൻ പോകാണ്ടിരിക്കാൻ ശ്രമിക്കുക മാക്സിമം. എമർജൻസി ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ആദ്യത്തേൽ ഇടാൻ പറ്റിയോ? സെക്കൻഡ്. ഇട്ടു സാർ. ഓക്കെ. ഇനി ആ ലെഫ്റ്റ് സൈഡിലായിട്ട് ചൂസ് ഇമേജ് കൊടുക്കുക. നമ്മൾ അതിനകത്തൊരു ഇമേജ് ആഡ് ഓൺ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ സാർ. അതിനെ സെലക്ട് ചെയ്തിട്ട് കണ്ടോ, അവിടെ സെൻട്രലായിട്ട് ചൂസ് ഇമേജ് എന്ന് പറഞ്ഞ കണ്ടോ? സെർച്ച് ഇമേജ് എന്ന് പറഞ്ഞ കണ്ടോ ജോമോൻ? യെസ്. അവിടെ സെലക്ട് ചെയ്തോ. അതിനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ സെർച്ച് ചെയ്യാം. അതിന് മുമ്പ് വേറൊരു കാര്യം എന്ന് വെച്ചാലേ, ഓൾ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും. ഓൾ ഓറിയന്റേഷൻ അതിനെ സെലക്ട് ചെയ്തിട്ട് ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞു കൊടുക്കുക. എനിക്ക് സെലക്ട് ഫയൽസ് വരുമ്പോ നമ്മുടെ കമ്പ്യൂട്ടറിൽ അതാണല്ലേ വരുന്നത്? ഓക്കെ ജിൻഷ, അത് അപ്ലോഡ് കൊടുത്തിട്ടുണ്ടാവും അല്ലേ? ഇല്ല, സെലക്ട് ഫയൽസ് എന്ന് പറഞ്ഞാ വന്നു നിന്നത്. ഇമേജസിന്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ സെലക്ട് അല്ല, സെർച്ച് ഫയൽ എന്ന് വേണം കൊടുക്കാൻ. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ് ജിൻഷ. എല്ലാവരും ശ്രദ്ധിക്കുക, ലാൻഡ്സ്കേപ്പ് കൊടുക്കാൻ പറ്റിയോ? യെസ്. എന്നിട്ട് ഇതിനകത്ത് ഒരു ഇമേജ്, നിങ്ങളുടെ ഇഷ്ടമുള്ള ഇമേജ് സെർച്ച് ചെയ്യുക. എന്തെങ്കിലും ഇഷ്ടമുള്ള ഇമേജ് സെർച്ച് ചെയ്യുക. ഓക്കെ, ജോമോൻ ഒന്ന് സ്റ്റോപ്പ് ഷെയർ ചെയ്തിട്ട് ജിൻഷ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യുക. എന്നിട്ട് ഇഷ്ടമുള്ള ഇമേജിനെ സെലക്ട് ചെയ്തോളൂ കേട്ടോ. ഷെയർ ആയോ? യെസ്, വന്നിട്ടുണ്ട്. ഇതിപ്പോ അപ്ലോഡാണ് ജിൻഷ സെലക്ട് ചെയ്തിരിക്കുന്നത്. ആ സെർച്ച് ഇമേജ് എന്ന് പറഞ്ഞ കണ്ടോ? നോക്കൂ, കണ്ടു. അതിലേക്ക് വരാം. അവിടുന്ന് ഓൾ ഓറിയന്റേഷനെ ക്ലിക്ക് ചെയ്യുക. അതിൽ ലാൻഡ്സ്കേപ്പ് കൊടുത്തോളൂ. ഇനി നമ്മുടെ ഇഷ്ടമുള്ള ഒരു ഇമേജിനെ സെലക്ട് ചെയ്യുക. ലാൻഡ്സ്കേപ്പ് കൊടുത്ത് സെർച്ച് ചെയ്തോളൂ കേട്ടോ. എന്താണ് ഈ വെബ്സൈറ്റിൽ നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് ജിൻഷ?
ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ എന്തെങ്കിലും ആ എന്നാ അങ്ങനെ തന്നെ സെർച്ച് ചെയ്തോളൂ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നമ്മൾ എന്ത് വെബ്സൈറ്റ് ആണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് ഇമേജസിനെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി അതിൽ ഇതിന് ഇഷ്ടമുള്ള അതിനെ ഇൻസേർട്ട് കൊടുത്തോളൂ. യെസ്, നമ്മുടെ ഇഷ്ടമുള്ള ഒരു ഫോട്ടോനെ ഇൻസേർട്ട് കൊടുക്കുക. യെസ്, റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇമേജ് ആഡ് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും ഇമേജ് ആഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്യുക, പറയുക. ജിൻഷ ഒന്ന് വലുതാക്കിക്കോളൂ കേട്ടോ. ഓക്കെ, സ്ക്രീൻ വലുതാക്കാനല്ലേ? യെസ് പ്ലീസ്. ആ സ്ക്രീനിനെ നമുക്ക് മൊത്തത്തിലൊന്ന് വലുതാക്കാം. റെക്കോർഡിംഗ് അവിടെ നടക്കുന്നു. എന്താണ് റെക്കോർഡിംഗ് നടക്കുന്നില്ലേ? ഉണ്ട്. ഓക്കെ ഓക്കെ. അയ്യോ, ഇത് ക്യാൻസൽ കൊടുക്കുക കേട്ടോ. ചേഞ്ചസ് യു മെയ്ഡ് മേ നോട്ട് ബി സേവ്. അതിനെ ഫുൾ സ്ക്രീൻ ആക്കി നമുക്കൊന്ന് റെഡിയാക്കാം. ഓക്കെ ഓക്കെ ഫൈൻ. ഇനി ഒരു കാര്യം ചെയ്യാം, എല്ലാവരും ഇതിനകത്ത് രണ്ടാമത്തെ സെക്ഷൻ ഉണ്ടല്ലോ, ആദ്യത്തെ സെക്ഷനിൽ ഇമേജ് ആഡ് ചെയ്തല്ലോ. ജോമോൻ ആഡ് ചെയ്തോ? ശീതൾ, ഭേറ, എല്ലാവരും ഓക്കെ ആണല്ലോ? ചെയ്തു. ഇനി നമ്മുടെ എലമെന്റ്സിലോട്ട് വരിക. സർ എനിക്ക് വന്നത് 3 കോളായിട്ടാണ് വന്നത്. അതാ ഞാൻ പറഞ്ഞ നേരത്തെ, ക്ലിക്ക് ചെയ്ത് പിടിക്കുക, ഡ്രാഗ് ചെയ്ത് നമ്മൾ വലിച്ചിടുക എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. വെറുതെ ക്ലിക്ക് ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോൾ അത് 3 കോളമായിട്ട് വരും. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അല്ലെ? കുഴപ്പമില്ല. തൽക്കാലം 1 മിനിറ്റ് സുഹൈറ. എല്ലാവരും എലമെന്റ്സിലോട്ട് വരിക. എലമെന്റ്സ് അവിടെ ആ പ്ലസ് കണ്ടോ ലെഫ്റ്റ് സൈഡിൽ മേളിലായിട്ട്? ആ പ്ലസിനെ സെലക്ട് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡില് ബേസിക്കിലോട്ട് വരാം, പതുക്കെ താഴോട്ട് വരാം. ടെക്സ്റ്റിന്റെ താഴെ, ഹെഡിങ്ങിന്റെ താഴെയായിട്ട് കണ്ടോ നമുക്ക് ടെക്സ്റ്റ് എഡിറ്റർ എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക, വെറുതെ ക്ലിക്ക് ചെയ്യരുത്. ക്ലിക്ക് ചെയ്ത് പിടിക്കുക, വലിച്ച് റൈറ്റ് സൈഡിൽ രണ്ടാമത്തെ കോളത്തിലേക്ക് ഇടുക. യെസ്, വിട്ടോളൂ. ആ പിങ്ക് ലൈൻ വന്നു കഴിഞ്ഞാൽ അതിനെ വിടുക. ഓക്കെ ഓക്കെ ഫൈൻ. ഇനി ഒരു കാര്യം ചെയ്യാം, ജിൻഷ ഒന്ന് സ്റ്റോപ്പ് ഷെയർ ചെയ്തിട്ട് സുഹൈറ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തോളൂ. കണ്ടോ ജിൻഷ? ഇതൊന്ന് ആ ലെഫ്റ്റ് സൈഡിലുള്ള കമ്പ്യൂട്ടറിനെ റൈറ്റ് സൈഡിലോട്ട് ഇടാം. അതിനെ ക്ലിക്ക് ചെയ്ത് പിടിക്കുക, ലെഫ്റ്റിലോട്ട് വലിച്ചോളൂ, ലെഫ്റ്റിലോട്ട് ഡ്രാഗ് ചെയ്തിട്ടോളൂ. ഓക്കെ. ഇനി റൈറ്റ് സൈഡിൽ ഓക്കെ ഓക്കെ ഫൈൻ. കുറച്ചൊന്ന് ഇത് മാറിയിട്ടുണ്ട്, അലൈൻമെന്റ് ഒക്കെ മാറിപ്പോയി, കുഴപ്പമില്ല. ഇനി ഒരു കാര്യം ചെയ്യാം, പതുക്കനെ താഴോട്ട് വരിക എല്ലാവരും. നമുക്ക് അവിടെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡമ്മി ടെക്സ്റ്റ് ആണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത്, ലോറിയം ഇപ്സം എന്നൊക്കെ പറഞ്ഞിട്ടേ. ഡമ്മി അത് അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ചാറ്റ് GPT പോയി കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും. അതിനെ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്ത് ഇതിലിടാം. ഇപ്പൊ ഇടണ്ട, നമുക്ക് ഈ ചാറ്റ് GPT എഴുതുന്ന കാര്യങ്ങളൊക്കെ വേറൊരു ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓൾറെഡി എല്ലാവർക്കും ചാറ്റ് GPT ഒക്കെ അറിയായിരിക്കും. പിന്നെ ഇപ്പോൾ ഡീപ് സീക്ക് വന്നിട്ടുണ്ട്, പിന്നെ ജെമിനായി വന്നിട്ടുണ്ട്.
അതിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ ഒരു സെക്ഷൻ തന്നെ വേറെ വരുന്നുണ്ട്. അതിൽ നമ്മൾ കുറച്ചും കൂടി ഡീപ്പറായിട്ട് പഠിക്കുന്നതായിരിക്കും. ചാറ്റ് GPT ഉപയോഗിക്കാത്ത ആരും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും ഉപയോഗിക്കാത്തതായിട്ടുണ്ടോ? യെസ്. ജോമോൻ യൂസ് ചെയ്തിട്ടില്ല അല്ലേ? ഞാൻ ഇല്ല. യൂസ് ചെയ്തിട്ടില്ല. ശീതൾ യൂസ് ചെയ്തിട്ടില്ല. ഒരു കുഴപ്പമില്ല. നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ അതിനെപ്പറ്റി കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ടാവും. അതുകൊണ്ട് കുഴപ്പമില്ല. സുഹൈറ, ജിൻഷയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ? ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. എന്തോ സാറേ? ചാറ്റ് GPT എന്ന് പറഞ്ഞിട്ട് ചാറ്റ് GPT ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് അങ്ങനെ വലിയത് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനെ കുറിച്ച് വലിയ അറിവൊന്നും ഇല്ല എനിക്ക്. നമുക്ക് അതിൻ്റെ ഒരു നല്ല ടോപ്പിക് വരുന്നുണ്ട്. ഒരു ദിവസം നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഡെഡിക്കേറ്റഡ് ക്ലാസ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അതിനെ ഡിസ്കസ് ചെയ്യുന്നതായിരുന്നു. ഓക്കെ, ഇപ്പോൾ നമുക്ക് വെബ്സൈറ്റ് കുറച്ചും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ കാരണം ടൈം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം. ഓക്കെ, ഫൈൻ. അതിൻ്റെ താഴെ അടുത്തത് എല്ലാവരും ഒരു സിംഗിൾ സെക്ഷനും കൂടി ആഡ് ഓൺ ചെയ്ത് കൊടുക്കുക. സിംഗിൾ സെക്ഷൻ എവിടെ നിന്ന് എടുക്കാം? ഏറ്റവും താഴെ നമ്മുടെ വീണ്ടും ആ പ്ലസ് കാണാം. ആ പ്ലസിനെ ക്ലിക്ക് ചെയ്തിട്ട് ഫ്ലെക്സ് ബോക്സ് എടുക്കുക. ഫ്ലെക്സ് ബോക്സ് എടുത്തിട്ട് ആദ്യത്തെ ഒരു സിംഗിൾ സെക്ഷൻ ആഡ് ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ സിംഗിൾ സെക്ഷൻ ആഡ് ഓൺ ചെയ്തിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ആ സിംഗിൾ സെക്ഷനിലേക്ക് ഒരു സ്പേസർ ആഡ് ഓൺ ചെയ്ത് കൊടുക്കാം. സ്പേസർ നമുക്ക് എവിടെ നിന്ന് കിട്ടും? ജോമോന് പറയാൻ പറ്റുമോ? പിന്നെ എലമെന്റിൽ യെസ്, വെരി ഗുഡ്. കറക്റ്റ് തന്നെയാണ്. ഒന്ന് എടുത്തേ, സ്പേസർ. യെസ്, ബട്ടന്റെ തൊട്ട് താഴെയായിട്ട്. ബട്ടൻ്റെ തൊട്ട് താഴെ. ഓക്കെ, അതൊന്ന് സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇട്ടു. സുഹൈറ ഒന്ന് നോക്കി വായിച്ച് നോക്കി ഓരോന്നൊക്കെ. ഇങ്ങനെ വെറുതെ അങ്ങ് സ്ക്രോൾ ചെയ്ത് താഴോട്ട് ഒറ്റയടിക്ക് അങ്ങ് പോകല്ലേ. പയ്യെ പോവുക കേട്ടോ. ബട്ടൺ അല്ലാട്ടോ ഇടാൻ പറഞ്ഞേ, സ്പേസർ. ശ്രദ്ധിക്കുന്നില്ലല്ലോ. എന്ത് പറ്റി സുഹൈറ? ഇവിടെ വേറെ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുകയാണോ? അല്ലല്ല, ഞാൻ ഇതിൽ തന്നെയാണ്. ഇത് തന്നെ. ഓക്കെ. അപ്പൊ ഒന്ന് ബട്ടനെ ഡിലീറ്റ് ചെയ്യുക തൽക്കാലം. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുക. എന്നിട്ടൊരു സ്പേസർ നമുക്ക് ആഡ് ഓൺ ചെയ്ത് കൊടുക്കാം. അങ്ങനെയല്ല, ക്ലിക്ക് ചെയ്ത് പിടിക്കുക, വലിച്ചിടുക. നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ശ്രദ്ധിക്കണം. എനിക്ക് തോന്നുന്നു സുഹൈറ അത് ശ്രദ്ധിക്കാണ്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. കുഴപ്പമില്ല. ആ മേളിൽ ഒരു പ്ലസ് വേറെ ഒരെണ്ണം കിടക്കുന്നു. നേരത്തെ പറഞ്ഞപ്പോ എനിക്ക് ചെറിയൊരു ഡൗട്ട് ആയിരുന്നു. അത് ഞാൻ ചോദിച്ചു, പക്ഷെ അത് പിന്നെ റിപ്പീറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ഞാനത് അങ്ങനെ തന്നെ ചെയ്തത്. പിന്നെ രണ്ടാമത് നമ്മുടെ ഇമേജ് പോട്ടെ. അത് കുഴപ്പമില്ല. ഇതിനെ ഡിലീറ്റ് ചെയ്തോളൂ. മേളിലൊരു സെക്ഷൻ കണ്ടോ? അതിനെ കളഞ്ഞോളൂ തൽക്കാലം. 2 വന്നിട്ടുണ്ടായിരുന്നു. അറിയാണ്ട് വന്നാണ്. നമ്മൾ കുറെ തവണ ചെയ്യുമ്പോൾ ഇതിൻ്റെയൊക്കെ എക്സ്പേർട്ട് ആവട്ടോ സുഹൈറ. അത് കുഴപ്പമില്ല. ഇപ്പൊ പയ്യെ നമുക്ക് സെറ്റാക്കി എടുക്കാം. ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാവരും ഒരു 2 സെക്ഷനും കൂടി ആഡ് ഓൺ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഒരു 2 സെക്ഷൻ ആഡ് ഓൺ ചെയ്ത് കൊടുത്തോളൂ. യെസ്, കറക്റ്റ്. പ്ലസിൽ സെലക്ട് ചെയ്യുക. ഫ്ലെക്സ് ബോക്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് 2 യെസ് പിടികിട്ടിയോ? നമ്മളപ്പോൾ അങ്ങനെ ഓരോരോ എലമെന്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ആക്കിയെടുക്കും. യെസ് സുഹൈറ, കറക്റ്റ് തന്നെയാണ്. ഇനി അതിലൊരു കാര്യം ചെയ്യുക. ആദ്യത്തെ സെക്ഷനിൽ നമുക്കൊരു വീഡിയോ ആഡ് ഓൺ ചെയ്ത് കൊടുക്കാം. വീഡിയോ നമുക്ക് എവിടെ നിന്ന് കിട്ടും? പറയാൻ പറ്റുമോ? സുഹൈറയ്ക്ക് പറയാൻ പറ്റുമോ?
എലമെന്റ്സ് ആണ് സർ നമ്മുടെ യെസ് അവിടെ ബേസിക്സിനകത്ത് യെസ് ടെക്സ്റ്റ് എഡിറ്ററിന്റെ റൈറ്റ് സൈഡിലായിട്ട് വീഡിയോ. കറക്റ്റ് കറക്റ്റ്. നമുക്കൊന്ന് വീഡിയോയിലോട്ട് വരാം. അതെ, വീണ്ടും സുഹേറ അങ്ങനെ തന്നെ ചെയ്യുന്നു. അൺഡു ചെയ്തേ, കൺട്രോൾ ഇസഡ് കൊടുക്കൂ. സുഹേറ അത് ക്ലിക്ക് ചെയ്ത് പിടിച്ച് വലിച്ചിടുക എന്നാണല്ലോ നമ്മൾ പറഞ്ഞത് അല്ലേ? അപ്പൊ എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്ത് പിടിച്ച് ഓക്കെ, ആ പിങ്ക് ലൈൻ വരുമ്പോൾ മാത്രം വിടുക. ഓക്കെ ഓക്കെ ഫൈൻ. ഇപ്പൊ നമ്മുടെ കയ്യിൽ വീഡിയോ ഇല്ല തൽക്കാലം. ഇതിലൊരു ഡെമോ വീഡിയോ വന്നിട്ടുണ്ട്, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ആ വീഡിയോന്റെ ലിങ്ക് നമുക്ക് നമ്മുടെ സ്വന്തം യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ അതിനകത്തുനിന്ന് വീഡിയോ എടുത്ത് നമുക്ക് ആ ലെഫ്റ്റ് സൈഡിൽ ആഡ് ഓൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ആ വീഡിയോന്റെ ലിങ്ക്സ് ഒക്കെ ആഡ് ഓൺ ചെയ്ത് കൊടുക്കാം. നമുക്ക് യൂട്യൂബിന്റെ ക്ലാസ്സസ് ഒക്കെ വരുന്നുണ്ട്. അത് കുറച്ച് കഴിഞ്ഞ് മുന്നോട്ടായിരിക്കും നമ്മുടെ ആ ഒരു ക്ലാസ് ഒക്കെ വരിക. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇപ്പൊ നമുക്കൊരു വീഡിയോ ആഡ് ചെയ്യാൻ പറ്റിയല്ലോ എല്ലാവർക്കും. യെസ്. ശീതൾ, ജിൻഷ എല്ലാവരും ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ. ശീതൾ ചെയ്യുന്നുണ്ടോ? ചെയ്യാണ് സാർ, ചെയ്യാണ്. ഓക്കെ ഓക്കെ. വീഡിയോ ആഡ് ചെയ്യാൻ പറ്റിയല്ലോ അല്ലേ? ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. ആ റൈറ്റ് സൈഡിൽ നമുക്കൊരു ടെക്സ്റ്റ് എഡിറ്റർ ആഡ് ഓൺ ചെയ്ത് കൊടുക്കാം. ടെക്സ്റ്റ് എഡിറ്റർ നമുക്ക് എവിടെ നിന്ന് കിട്ടും? എലമെന്റ്സിന് പോവാ. യെസ്, വീണ്ടും അതേപോലെ തന്നെ എലമെന്റ്സിലേക്ക് വരാം. നമ്മുടെ ടെക്സ്റ്റ് എഡിറ്ററിനെ ക്ലിക്ക് ചെയ്ത് പിടിക്കുക, ഡ്രാഗ് ചെയ്ത് ഇടുക കേട്ടോ. ആ പിങ്ക് ലൈൻ വരുമ്പോൾ ഓക്കെ ഓക്കെ ഫൈൻ. ഇനിയിപ്പോൾ അതിനകത്തൊക്കെ നമുക്ക് ടെക്സ്റ്റ് ഒക്കെ കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് ഒക്കെ കൊടുക്കാം. അതിൽ തന്നെ നമുക്കൊരു ബട്ടൺ ആഡ് ഓൺ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ടെക്സ്റ്റ് എഡിറ്ററിന്റെ തൊട്ട് താഴെ ഒരു പിങ്ക് ലൈൻ വന്ന് നമുക്ക് കൊടുക്കണം. അപ്പോൾ ബട്ടൺ എവിടെ നിന്ന് കിട്ടും സുഹൈറ? ബട്ടൺ അതിനകത്താണോ? എലമെന്റ്സ് എവിടെ? ശ്രദ്ധിക്കുക, നമുക്ക് എല്ലാ സാധനവും നമ്മുടെ എലമെന്റ്സിനകത്താണ് കേട്ടോ കിട്ടുന്നത്. അതൊന്ന് നമ്മൾ അനലൈസ് ചെയ്യുക. പതുക്കനെ ആ ബട്ടണിനെ ക്ലിക്ക് ചെയ്ത് പിടിക്കുക, ടെക്സ്റ്റ് എഡിറ്ററിന്റെ താഴോട്ട് മുട്ടിക്കുക, അവിടെ ഒരു പിങ്ക് ലൈൻ വരട്ടെ, അപ്പോൾ മാത്രം വിട്ടാൽ മതി. ആ ടെക്സ്റ്റ് എഡിറ്റർ കണ്ടോ, ലോറിയം ഇപ്സം എന്നൊക്കെ പറഞ്ഞു, അത് തന്നെ. അങ്ങനെയല്ല സുഹൈറ, അൺഡു ചെയ്തേ, കൺട്രോൾ ഇസഡ് കൊടുത്തേ, കൺട്രോൾ പ്രസ് ചെയ്യുക, ഇസഡ് പ്രസ് ചെയ്യുക, എന്നിട്ട് ബട്ടൺ എടുക്കുക ലെഫ്റ്റ് സൈഡിൽ നിന്ന്. ബട്ടണിനെ ക്ലിക്ക് ചെയ്തിട്ട് ആ ടെക്സ്റ്റിന്റെ താഴോട്ട് ആഡ് ഓൺ ചെയ്ത് കൊടുക്കാം. ആ പിങ്ക് കളർ ലൈൻ തന്നെ ഒന്ന് മുട്ടിച്ചേ അവിടെ പതുക്കനെ, ഒന്ന് മേളിലോട്ട് പോട്ടെ, ലെഫ്റ്റ് റൈറ്റിലോട്ടല്ല. യെസ്, വിട്ടോ. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ബട്ടൺസ് ഒക്കെ ആഡ് ഓൺ ചെയ്ത് കൊടുക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പേജസിന്റെ ലിങ്ക്സ് കൊടുക്കാം, നമ്മുടെ സോഷ്യൽ മീഡിയ ലിങ്കോ ഏത് ലിങ്ക് വേണമെങ്കിലും ഇതിനകത്ത് നമുക്ക് ആഡ് ഓൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? നമുക്ക് റൈറ്റ് സൈഡിൽ മേളിൽ കണ്ടോ പബ്ലിഷ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, പബ്ലിഷ്. എല്ലാവർക്കും ബട്ടൺ ആഡ് ചെയ്യാൻ പറ്റിയല്ലോ. ആർക്കെങ്കിലും ബട്ടൺ ആഡ് ചെയ്യാൻ പറ്റാത്തതായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്യുക, പറയുക. ജോമോൻ ഓക്കെ ആണോ? സാർ ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരിത് വന്നിട്ടുണ്ട് ബട്ടൺ. യെസ്, അത് ഒരു ബട്ടൺ ആയിട്ട് നമ്മൾ ആഡ് ചെയ്തു. അതിനകത്ത് നമുക്ക് ലിങ്ക്സ് ഒക്കെ ആഡ് ചെയ്യാം, ബട്ട് ഇപ്പൊ കുഴപ്പമില്ല, ഇങ്ങനെ തന്നെ വെച്ചിട്ട് അതിനെ പബ്ലിഷ് കൊടുക്കുക കേട്ടോ. മെയിലിൽ പബ്ലിഷ് കൊടുത്തിട്ട് അതിന്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു കണ്ണിന്റെ സിമ്പിൾ ഉണ്ടോ? പബ്ലിഷിന്റെ തന്നെ തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു കണ്ണിന്റെ ഒരു സിമ്പിളാണ്. അതൊരു പ്രിവ്യൂ ആണ് കേട്ടോ, നമ്മുടെ പേജിന്റെ പ്രിവ്യൂ. അതിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ നമ്മുടെ ഒരു സാമ്പിൾ ഡെമോ പേജ് ഇവിടെ കാണാം. പക്ഷെ ഏറ്റവും മേളിൽ കണ്ടോ നമ്മുടെ മെനു? നോക്കി എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവർക്കും പ്രിവ്യൂ എടുക്കാൻ പറ്റിയോ? ശീതൾ എങ്ങനെയുണ്ട്? പ്രിവ്യൂ എടുക്കാൻ പറ്റിയോ? യെസ്. ആ, ശീതൾ ഒന്ന് പറഞ്ഞേ. ശീതൾ മ്യൂട്ടാണ്. ശീതൾ വോയിസ് കേൾക്കുന്നുണ്ടോ? ശീതളിന് വോയിസ് കേൾക്കുന്നില്ല. കണ്ടോ? അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ശീതൾ കേട്ടിട്ട് കൂടി ഉണ്ടാവില്ല. അങ്ങനെയാണോ? ഇനി കുറെ കഴിയുമ്പോൾ പറയും ഞാനൊന്നും കേട്ടില്ല, ഞാനൊന്നും അറിഞ്ഞില്ല, എനിക്കൊന്നും മനസ്സിലായില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അങ്ങനെ വല്ലതും വരുമായിരിക്കുമോ ജോമോൻ? എന്ത് പറയുന്നു? ടെക്നിക്കൽ എറർ വല്ലതും ആണെന്ന് അറിയില്ല. ഓക്കെ ഓക്കെ. നമുക്കിപ്പോൾ ഇതിന്റെ ഇടയിൽ കോള് വന്നു കഴിഞ്ഞാലും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും നമുക്ക് അറിയാൻ പറ്റില്ല. അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. ബട്ട് ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അത്ര സമയമെങ്കിലും നമ്മൾ ഇതിലേക്ക് നമ്മുടെ ടൈം ഡെഡിക്കേറ്റ് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കുഴപ്പമില്ല, കുഴപ്പമില്ല. നോ വറീസ്. ശീതൾ ഒന്നും കൂടി ഒന്ന് സംസാരിക്കാമോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ നോക്കൂ. ഹലോ സാർ, യെസ്, എങ്ങനെയുണ്ട്? ഇത് ഫുള്ള് അല്ല, ഇത് ചെയ്യുന്നുണ്ട്. ഏത് ഈ കമ്പ്യൂട്ടറിൽ നിന്ന് അറിയില്ല, സ്റ്റക്കാണ് ഫുള്ള്. അങ്ങനെ എപ്പോഴും അങ്ങനെ വരാറില്ല. ഇന്ന് ഇത്തിരി വരുന്നിട്ടുണ്ട്, അറിയില്ല എന്താണെന്ന് അറിയില്ല. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. എന്തായാലും ഇനി എനിക്ക് തോന്നുന്നു റെക്കോർഡഡ് സെഷൻ കണ്ട് ഇതൊക്കെ ഒന്ന് അല്ല, ചെയ്യേണ്ടതായിട്ട്. എല്ലാം ചെയ്തു. ഇവിടം വരെ എത്താൻ പറ്റിയല്ലോ അല്ലേ? ആ പറ്റി. ഓക്കെ ഓക്കെ, ഫൈൻ. ഇനി പ്രിവ്യൂയിലേക്ക് വന്നെങ്കിൽ ഏറ്റവും മേളിലോട്ട് വരിക. ആ, സുഹൈറ ഒന്ന് മേളിലോട്ട് വരൂ. സ്ക്രോൾ ചെയ്ത് മേളിലോട്ട് വരൂ. എല്ലാവരും ഡാഷ്ബോർഡ് എടുത്തേ. നമ്മുടെ ആ മെനുവിൽ കാണുന്നില്ല നമ്മുടെ ഡെമോ എന്ന് പറഞ്ഞിട്ട്, കണ്ടോ? ഹോം, എബൌട്ട്, സർവീസും കോണ്ടാക്ട് മാത്രമേ ഉള്ളൂ. ഇതിൽ നമ്മൾ ഡെമോ എന്ന് പറഞ്ഞിട്ടുള്ള പേജിനെ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആഡിങ് എ പേജ് ടു അവർ മെനു, അതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. എല്ലാവരും ഡാഷ്ബോർഡിലേക്ക് തിരിച്ചു വരിക. ലെഫ്റ്റ് സൈഡിൽ മേളിലായിട്ട് നമ്മുടെ ഡബ്ല്യൂവിൽ ക്ലിക്ക് ചെയ്യുക. ഡബ്ല്യൂവിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഡാഷ്ബോർഡിൽ വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ താഴെ അപ്പിയറൻസ് എന്ന് പറഞ്ഞ് കാണാം. ഡബ്ല്യൂലല്ലോ ഡാഷ്ബോർഡ് കിടന്നത്, നമ്മുടെ പേരിലാണല്ലോ. ആ, അവിടെ ക്ലിക്ക് ചെയ്താലും ഇവിടെ വന്നാലും നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ ഡാഷ്ബോർഡിൽ എത്താൻ പറ്റും. പക്ഷെ ആ ഡബ്ല്യൂവിൽ ക്ലിക്ക് ചെയ്താൽ നേരെ നമ്മൾ ഇവിടെ എത്തുന്നത് ഡാഷ്ബോർഡിലേക്കാണ് വരിക. ഓക്കെ ഓക്കെ. ഇനി ഒരു കാര്യം ചെയ്യാം. തൽക്കാലം ലെഫ്റ്റ് സൈഡിൽ താഴെ നമുക്ക് അപ്പിയറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പിയറൻസിനകത്ത് നമുക്ക് കണ്ടോ കസ്റ്റമൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. കണ്ടോ? കസ്റ്റമൈസ് അല്ല, അതിൻ്റെ താഴെ മെനൂസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ശ്രദ്ധിക്കണം, കസ്റ്റമൈസ് അല്ല, മെനൂസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. അതിനെ സെലക്ട് ചെയ്യാം. അതിനെ സെലക്ട് ചെയ്തിട്ട് കണ്ടോ നമുക്ക് അവിടെ ആഡ് മെനു ഐറ്റംസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അതിൽ പേജസ് എന്ന് പറഞ്ഞ് കാണാം. ആ പേജസിന്റെ തൊട്ട് താഴെയായിട്ട് ഡെമോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. യെസ്. ആ ഡെമോനെ സെലക്ട് ചെയ്യുക. എല്ലാവർക്കും കിട്ടിയോ? യെസ്. ജിൻഷയ്ക്ക് കിട്ടുന്നുണ്ടോ? ജിൻഷ മ്യൂട്ടാണ്. ഹലോ, യെസ്, ജിൻഷ കിട്ടുന്നുണ്ടോ ഡെമോ എന്ന് പറഞ്ഞൊരു പേജ്? ആഡ് മെനു ഐറ്റംസിൽ ഡെമോ അല്ലേ സാർ പറഞ്ഞത്? യെസ് കട്ടായിപ്പോയി.
ചോയ്സ്? അതെ അതെ, ആ ഡെമോനെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തോളൂ. ഓക്കെ. ഡെമോ സെലക്ട് ചെയ്തിട്ട് ആഡ് ടു മെനു എന്ന് പറഞ്ഞ് കൊടുക്കുക. തൊട്ട് താഴെയായിട്ട് ആഡ് ടു മെനു എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ സെലക്ട് ചെയ്തോളൂ. അവിടെ തന്നെ ഡെമോന്റെ താഴെ. സുഹേറ അല്ലേ ഷെയർ ചെയ്യുന്നത്? ആ ഓക്കെ. അപ്പോൾ റൈറ്റ് സൈഡിലാണ് നമ്മുടെ മെനൂസ് വന്നിരിക്കുന്നത്, കണ്ടോ? ഹോം, എബൌട്ട്, സർവീസ്, കോണ്ടാക്ട്, പിന്നെ അതിന്റെ താഴെയാണ് ഡെമോ എന്ന് പറഞ്ഞു വന്നേക്കുന്നത് അല്ലേ? ആ കോണ്ടാക്റ്റിന്റെ താഴെ ഡെമോ വന്നിട്ടുണ്ട്. ആ ഡെമോനെ ക്ലിക്ക് ചെയ്ത് പിടിക്കുക, മേളിലോട്ട് ഡ്രാഗ് ചെയ്യുക, എബൌട്ടിന്റെയും സർവീസിന്റെയും നടുക്ക് വെക്കുക. വെച്ചോളൂ, ജസ്റ്റ് ഒന്ന് വെക്കുക. അപ്പോൾ ഒന്ന് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ്. സാർ ഈ സെലക്ട് ചെയ്ത് ആഡ് ടു മെനു കൊടുത്തു, അത് കഴിഞ്ഞിട്ട് ആ റൈറ്റ് സൈഡിൽ തന്നെ കണ്ടോ കോണ്ടാക്റ്റിന്റെ താഴെ ഡെമോ വന്നേക്കുന്നു. കോണ്ടാക്റ്റിന്റെ ഹോം, എബൌട്ട്, സർവീസ്, കോണ്ടാക്റ്റിന്റെ താഴെയല്ലേ ഡെമോ വന്നേക്കുന്നത് ജോമാൻ? യെസ്. ആ ഡെമോനെ ക്ലിക്ക് ചെയ്ത് പിടിക്കുക, മേളിലോട്ട് വലിച്ചിടുക. നമ്മുടെ എബൌട്ടിന്റെയും സർവീസിന്റെയും സെന്ററിലായിട്ട് വെച്ചോ. യെസ് വെച്ചു. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, അതിന്റെ ഏറ്റവും താഴെ സേവ് മെനു എന്ന് പറഞ്ഞു കൊടുക്കുക. എല്ലാവരും സേവ് മെനു കൊടുക്കുക. കൊടുത്തു. സേവ് മെനു ചെയ്തല്ലോ. ഇനി ഒന്ന് വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തേ. എല്ലാവരും നമ്മുടെ പേരിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ലെഫ്റ്റ് സൈഡിൽ മേളിൽ. ഓക്കെ ഓക്കെ ഫൈൻ ഫൈൻ. നമ്മൾ എത്തിയല്ലേ? ഏറ്റവും മേളിൽ നമ്മുടെ മെനുവിൽ കണ്ടോ, ഇപ്പോൾ ഡെമോ വന്നിട്ടുണ്ട്. യെസ്. ഓക്കെ ഫൈൻ. അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആ മെനുവിനെ ആഡ് ചെയ്തു. ഇങ്ങനെ നമുക്ക് ഓരോ പേജസ് ക്രിയേറ്റ് ചെയ്യാം, നമ്മുടെ മെനൂസിലൊക്കെ ആഡ് ഓൺ ചെയ്ത് കൊടുക്കാം. പക്ഷെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ തീമിനെയൊക്കെ നമുക്ക് ഒന്നും കൂടി ഒന്ന് നല്ല വൃത്തിയാക്കി എഡിറ്റ് ചെയ്യണം. അതിനുവേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണം. ഏറ്റവും മേളിലായിട്ട് കണ്ടോ, നമ്മൾ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തപ്പോൾ തന്നെ എഡിറ്റ് വിത്ത് എലമെന്റോർ എന്ന് പറഞ്ഞിട്ട് നടുക്ക് ടോപ്പിലായിട്ട്. യെസ്, എഡിറ്റ് വിത്ത് എലമെന്റ്. യെസ്, അതൊന്ന് സെലക്ട് ചെയ്യുക. എല്ലാവരും എഡിറ്റ് വിത്ത് എലമെന്റോറിൽ ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് വിത്ത് എലമെന്റോർ ശ്രദ്ധിക്കണം സുഹേറ, എഡിറ്റ് വിത്ത് എലമെന്റോറിൽ മാത്രം ക്ലിക്ക് ചെയ്തോളൂ. ഓക്കെ ഓക്കെ. ആ റൈറ്റ് സൈഡിൽ നമുക്ക് കുറെ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്, അതിനെ ക്ലോസ് ചെയ്യുക. ലെറ്റ്സ് മേക്ക്, അതിനെ ഗോട്ട് ഇറ്റ് കൊടുക്കുക. അങ്ങനെ സ്ക്രോൾ ചെയ്ത പോലെ മേളിൽ തന്നെ കണ്ടോ, വി ഓൾ ലവ് നേച്ചർ എന്ന് പറഞ്ഞ കണ്ടോ? യെസ്. ആ നേച്ചറിനെ സെലക്ട് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിൽ വേണം എഡിറ്റ് ചെയ്യാൻ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക കേട്ടോ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിൽ അങ്ങനെ, ട്രാവലിംഗ് ആണെങ്കിൽ അങ്ങനെ, കുക്കിംഗ് ആണെങ്കിൽ അങ്ങനെ, ഈറ്റിംഗ് ആണെങ്കിൽ അങ്ങനെ, എന്താണ് നമുക്ക് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആഡ് ഓൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. എന്നിട്ട് ഒരു കാര്യം ചെയ്യാം, ഇതിന്റെ കൂടെ തന്നെ മേളിൽ കണ്ടോ നമുക്കൊരു 6 കുത്ത്, പിങ്ക് കളറിൽ അകത്തൊരു 6 കുത്ത് കണ്ടോ? യെസ്. അതിനെ ഒറ്റത്തവണ സെലക്ട് ചെയ്യാം. ജിൻഷ ചെയ്യുന്നുണ്ടോ? ശീതൾ ഓക്കെ അല്ലേ? ചെയ്തു. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ 6 കുത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. യെസ്. ആ സ്റ്റൈലിനെ സെലക്ട് ചെയ്യാം. സ്റ്റൈലിനെ സെലക്ട് ചെയ്തിട്ട് അവിടെ കണ്ടോ ഇമേജ് വന്നിരിക്കുന്നു.
ആ ഇമേജിനെ ഒന്ന് മാറ്റുക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചൂസ് ഇമേജിനെ സെലക്ട് ചെയ്തിട്ട് സെർച്ച് ഇമേജ് എന്ന് പറഞ്ഞു കൊടുക്കുക. ആ സെർച്ച് ഇമേജിനകത്ത് റൈറ്റ് സൈഡിൽ ഓൾ ഓറിയന്റേഷൻ നമ്മൾ ഫസ്റ്റ് തന്നെ മാറ്റുക. ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി നമുക്ക് ഇഷ്ടമുള്ള ട്രാവൽ ആണെങ്കിൽ ട്രാവൽ, കുക്കിംഗ് ആണെങ്കിൽ കുക്കിംഗ്, എന്ത് വേണമെങ്കിലും, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊടുക്കാം. അതിൽ ആദ്യം കാണുന്ന ഫോട്ടോ തന്നെ സെലക്ട് ചെയ്തോളൂ, കാരണം നമുക്ക് ഒരു 2 മിനിറ്റ് വേണമെങ്കിൽ ലാഭിക്കാം. എന്നിട്ട് അതിനെ ഇൻസേർട്ട് ഇമേജ് എന്ന് പറഞ്ഞ് കൊടുക്കുക. ഇമേജ് വേണമെങ്കിൽ പിന്നെയും മാറ്റാം കേട്ടോ. ഇത് നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നോക്കുക. വരട്ടെ അതൊന്ന് ലോഡ് ആവുന്നേ ഉള്ളൂ. എല്ലാവർക്കും ഇമേജ് മാറ്റാൻ പറ്റിയോ? ജിൻഷ, ശീതൾ, മാറ്റി ജോമോൻ? യെസ് സർ. ഓക്കെ ഫൈൻ. ഇനി പതുക്കനെ താഴോട്ട് വരിക. ഈ ടെക്സ്റ്റ് ഒക്കെ നമുക്ക് മാറ്റാം കേട്ടോ. വി ഓൾ ലവിന് പകരം നമുക്ക് എന്ത് വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ ലുക്ക് ഡീപ്പ് ഇൻ ടു നേച്ചർ ഒക്കെ മാറ്റുക, വേറെ എന്തെങ്കിലുമൊക്കെ എഴുതാം. ഐ ലവ് ട്രാവലിംഗ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലാക്കി മാറ്റാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് താഴോട്ട് വരിക. ഈ അവർ സർവീസസ് എന്ന് എഴുതിയതും നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ഒക്കെ ചെയ്യാം കേട്ടോ. തൽക്കാലം ഇപ്പം അങ്ങനെ ഇരിക്കട്ടെ. പിന്നെ ഇതിനകത്ത് കണ്ടോ, നമുക്കിപ്പോൾ 3 ഇമേജസ് വന്നിട്ടുണ്ട് വെബ് ഡിസൈനിങ് എന്നൊക്കെ പറഞ്ഞിട്ട്. തൽക്കാലം ആദ്യത്തെ ഇമേജിനെ സെലക്ട് ചെയ്യുക. ഒരാളാ ഇതിലിരിക്കുന്ന ആ ഇമേജിനെ സെലക്ട് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ആ ഇമേജിനെ മാറ്റി കൊടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സെർച്ച് ഇമേജിലോട്ട് വരിക. ഓറിയന്റേഷൻ മാറ്റി ലാൻഡ്സ്കേപ്പ് കൊടുത്ത് നമ്മൾ എന്താണ് ചെയ്യണേ, കീവേഡ് കൊടുക്കുക. ട്രാവൽ ആണെങ്കിൽ ട്രാവൽ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അങ്ങനെ ഒന്ന് നല്ലൊരു ആദ്യം കാണുന്ന ഇമേജിനെ തന്നെ സെലക്ട് ചെയ്ത് രണ്ടാമത്തെ ഇമേജിനെ സെലക്ട് ചെയ്യുക. യെസ്. എന്നിട്ട് അവിടെ തൊട്ട് താഴെ അടുത്ത ഇമേജിനെ ഇതേപോലെ തന്നെ സെലക്ട് ചെയ്തിട്ട് ആ ഇമേജിനെ മാറ്റി കൊടുക്കുക. വീണ്ടും സെർച്ച് ഇമേജിലേക്ക് വരിക. ഓൾ ഓറിയന്റേഷൻ മാറ്റിയിട്ട് ശ്രദ്ധിക്കണം എപ്പോഴും സാർ ഇതിനകത്ത് നമ്മൾ ഇൻസേർട്ട് വന്നിട്ടില്ലല്ലോ, ജസ്റ്റ് അത് മാറിയല്ലോ. ആ ഓക്കെ അപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. അങ്ങനെ പയ്യെ എല്ലാവരും ഒന്ന് ഇമേജസ് ഒക്കെ ഒന്ന് നല്ല ഇതായിട്ട് മാറ്റുക. ശീതൾ ഓക്കെ ആണോ? ചെയ്യുന്നുണ്ടോ? യെസ്. ഇമേജസ് മാറ്റാൻ പറ്റിയല്ലോ അല്ലേ? സുഹൈറ എന്താ ചെയ്യുന്നേ? ഇമേജ് മാറ്റിയിട്ടുണ്ട്. ഇനി തേർഡ് വൺ മാറ്റണം എന്നുണ്ടോ? യെസ്, മാറ്റണമല്ലോ. ഓക്കെ. നമ്മളിത് മൊത്തം അങ്ങ് റിപ്പയർ ചെയ്യാണ്. ഇതൊരു തീമാണല്ലോ. അത് നമ്മുടെ സ്വന്തം വെബ്സൈറ്റ് ആക്കി മാറ്റുകയാണ്. ഓക്കെ. പിന്നെ ഒരിക്കലും ഗൂഗിളിനകത്തുള്ള ഇമേജസും ഗൂഗിളിനകത്തുള്ള വീഡിയോസും ഒന്നും നമ്മുടെ വെബ്സൈറ്റിൽ ആഡ് ഓൺ ചെയ്യാണ്ടിരിക്കുക. കാരണം നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നേക്കാം. നമ്മൾ കണ്ടന്റ് റൈറ്റിംഗിൽ എങ്ങനെയാണ് നമ്മളിതൊന്ന് കോപ്പിറൈറ്റ് ഫ്രീ ആക്കി എടുക്കുന്നതെന്നൊക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ടെക്സ്റ്റ് ഒക്കെ എഴുതുമ്പോഴേ. അതിന് കണ്ടന്റ് റൈറ്റിംഗിന്റെ ഒരു ടോപ്പിക് തന്നെ നമുക്ക് പിന്നീട് വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ വെബ് ഡിസൈനിങ്ങിന് പകരം എന്ത് കൊടുക്കാം? വെബ് ഡിസൈനിങ്ങിനെ സെലക്ട് ചെയ്യുക, അതിനെ മാറ്റുക കേട്ടോ. വെബ് ഡിസൈൻ എന്ന് പറഞ്ഞ എഴുതിയതിനെ മാറ്റിക്കോളൂ. ലെഫ്റ്റ് സൈഡിൽ വേണം എഡിറ്റ് ചെയ്യാനായിട്ട്. അതിനെ സെലക്ട് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിൽ എഡിറ്റ് ചെയ്യാം. അവിടെ വേണമെങ്കിൽ കൊടുത്തോളൂ ലണ്ടൻ.
പിന്നെ അപ്പുറത്ത് ഗ്രാഫിക് ഡിസൈനിങ്ങിന് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. പാരീസ് ലെഫ്റ്റ് സൈഡിൽ വേണം എഡിറ്റ് ചെയ്യാൻ, ശ്രദ്ധിക്കണം. ഓക്കെ. പിന്നെ അതിൻ്റെ മൂന്നാമത്തെ കണ്ടന്റ് ക്രിയേഷനെ ലെഫ്റ്റ് സൈഡിൽ എഡിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും കൊടുക്കാം. എന്ത് കൊടുക്കാം? സ്വിറ്റ്സർലാൻഡ്. ഓക്കെ. ഓക്കെ ഫൈൻ. അപ്പോൾ അതിൻ്റെ താഴെയൊക്കെ ലണ്ടൻ ആണെങ്കിൽ ലണ്ടനെ ബേസ് ചെയ്ത് കാര്യങ്ങൾ കൊടുക്കുക, പാരീസ് ആണെങ്കിൽ പാരീസിനെ ബേസ് ചെയ്ത് കൊടുക്കുക, സ്വിറ്റ്സർലാൻഡ് ആണെങ്കിൽ സ്വിറ്റ്സർലാൻഡിനെ ബേസ് ചെയ്തുകൊണ്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഒരു സ്ട്രാറ്റജി. പതുക്കനെ താഴേക്ക് വരിക, പതുക്കനെ താഴേക്ക് വരിക. ഈ ടെക്സ്റ്റ് ഒക്കെ മാറ്റി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ അത് ചേഞ്ച് ചെയ്തില്ല എന്ന് പറഞ്ഞ കുഴപ്പമില്ല, അതങ്ങനെ ഇരിക്കട്ടെ. അതിൻ്റെ താഴെയുള്ള ഇമേജ് മാറ്റുക. ആ കുട്ടിയുടെ ഇമേജ് ഇരുന്നോട്ടെ, കുഴപ്പമില്ല. അത് നമ്മുടെ ഫോട്ടോ ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അത് ക്ലോസ് ചെയ്തോളൂ, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്നിട്ട് താഴോട്ട് വരൂ. താഴെ ഒരു ഇലയുടെ ഇമേജ് ഒക്കെ ഉണ്ട്, കണ്ടോ? അതിനെ മാറ്റി കൊടുക്കാം. അതിലൊരു നീളമുള്ള ഇമേജ് കൊടുക്കാം. നമ്മൾ ആ എനി ഓറിയന്റേഷനെ ലാൻഡ്സ്കേപ്പ് കൊടുക്കുന്നതിന് പകരം സെർച്ച് ഇമേജസിൽ വന്നിട്ട് വെർട്ടിക്കൽ അല്ലെങ്കിൽ പോർട്രേറ്റ് എന്ന് പറഞ്ഞു കൊടുക്കാം. പോർട്രേറ്റ് എന്ന് പറയുമ്പോൾ നീളത്തിലുള്ള ഇമേജസ് ആണ് വരുന്നത്. അതിൽ ആ പൂക്കൾ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കൈ, അത് എടുത്തോളൂ. ഓക്കെ, തൽക്കാലം അത് കൊടുക്കാം. നമ്മൾ 2 മിനിറ്റ് ലാഭിക്കുകയാണ് കേട്ടോ. പിന്നെ പതുക്കനെ താഴോട്ട് വരിക. ഏറ്റവും താഴെ കണ്ടോ ക്വസ്റ്റ്യൻസിന്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാവർക്കും മാറ്റാൻ പറ്റിയോ? ശീതൾ, ജിൻഷ, ജോമോൻ. ഓക്കെ. ഇവിടെ ഈ ക്വസ്റ്റ്യൻസിന്റെ കൂടെ തന്നെ ഒരു 6 കുത്ത് കാണാൻ പറ്റും. സുഹൈറ, യെസ്, 6 കുത്ത് കണ്ടോ? ആ 6 കുത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിൽ സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. 6 കുത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇനി നമ്മുടെ ആ ഇമേജിനെ മാറ്റി കൊടുക്കാം. സെർച്ച് ഇമേജിലേക്ക് വരിക. നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ വീണ്ടും ലാൻഡ്സ്കേപ്പ് കൊടുക്കുക. കാരണം വീതിയുള്ള ഇമേജ് ആണല്ലോ നമുക്ക് വേണ്ടത്. ഇനി നമ്മുടെ കീവേഡ് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ അതിൽ ആദ്യത്തെ ഇമേജ് തന്നെ കൊടുത്തോളൂ. നമ്മൾ ഡ്രാഗ് ചെയ്ത് നോക്കുമ്പോൾ ഇഷ്ടംമാതിരി ആയിരക്കണക്കിന് ഇമേജസ് വരും. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം നമ്മളപ്പോൾ തന്നെ സെലക്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് അവിടെ കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ ഇതിനെ ഒന്ന് മേളിൽ പബ്ലിഷ് ചെയ്യുക കേട്ടോ. റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് പബ്ലിഷ് ചെയ്യുക. അപ്പോൾ എന്ത് എഡിറ്റ് ചെയ്താലും എന്ത് ചെയ്യണം? നമ്മൾ പബ്ലിഷ് ചെയ്തേ പറ്റൂ. അപ്പോൾ എല്ലാവർക്കും ഇമേജസ് ഒക്കെ മാറ്റാൻ പറ്റിയോ? ടെക്സ്റ്റ് ഒക്കെ നമുക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഇമേജസ് ടെക്സ്റ്റ് ഒക്കെ കൊടുക്കാം. ഇനി ആ പബ്ലിഷിന്റെ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ ഒരു കണ്ണിന്റെ സിമ്പിള്? അതെന്താണ്? യെസ്, നമ്മുടെ പ്രിവ്യൂ ബട്ടൺ ആണ്. അതിനെ സെലക്ട് ചെയ്തോളൂ. പ്രിവ്യൂ കൊടുത്തിട്ട് പ്രിവ്യൂ കൊടുത്തപ്പോഴേക്കും ഏറ്റവും മുകളിലേക്ക് വരിക. നമ്മുടെ എല്ലാ പേജസും അവിടെ ഉണ്ട്, കണ്ടോ? ഹോം കഴിഞ്ഞിട്ട് കണ്ടോ എബൌട്ട് എന്ന് പറഞ്ഞിട്ടൊരു പേജ് ഏറ്റവും ടോപ്പിൽ പ്രിവ്യൂവിനകത്ത് വന്നു. ഇനിയിപ്പോൾ എബൌട്ട് പേജിനെ എഡിറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? എബൌട്ടിനെ ക്ലിക്ക് ചെയ്യുക. എല്ലാവരും എബൌട്ട് പേജിനെ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പൊ ചെയ്യണമെന്നില്ല, എല്ലാവരും അറിഞ്ഞിരിക്കുക. നമ്മളിപ്പോൾ ഹോം പേജിനെ എങ്ങനെ എഡിറ്റ് ചെയ്തേ? ആർക്കാ പറയാൻ പറ്റുക? ഹോം പേജിനെ നമ്മൾ എങ്ങനെയാ എഡിറ്റ് ചെയ്തേ? നമ്മളെ ഡാഷ്ബോർഡിൽ അല്ല, തെറ്റാണ്. ഡാഷ്ബോർഡിൽ ഒന്നും പോയില്ല. ഇവിടെ തന്നെ നമുക്ക് ആ ഒരു ഓപ്ഷൻ ഉണ്ട്. ആർക്കാ പറയാൻ പറ്റുക? ഒന്ന് ആലോചിച്ച് പറയാൻ പറ്റുമോ? എഡിറ്റ് വിത്ത് എലമെന്റർ. യെസ്, വെരി ഗുഡ്. എഡിറ്റ് വിത്ത് എലമെന്റോർ എന്ന് നോക്കൂ.
ആ അതിനെ വേണം സെലക്ട് ചെയ്യാനായിട്ട്. എന്നിട്ട് ഇപ്പൊ ചെയ്യണമെന്നില്ല, എഡിറ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും. ഇതൊന്ന് മനസ്സിലാക്കുക. സുഹേറ സർവീസ് പേജ് എടുക്കൂ. സർവീസ് പേജ് എടുക്കൂ. ഒന്ന് റീലോഡ് കൊടുക്കൂ. റീലോഡ് കൊടുക്കും. കുറച്ച് സ്റ്റക്ക് ആയിട്ടുണ്ട്. ഓക്കെ ജോമോൻ, അപ്പൊ നമ്മൾ ഈ സർവീസിന്റെ പേജിനെ എഡിറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? സർവീസിന്റെ അവിടെ ക്ലിക്ക്. ഓക്കെ, സർവീസിന്റെ അവിടെ ക്ലിക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ഓക്കെ, പിന്നെ നമ്മുടെ എഡിറ്റ് വിത്ത് എലമെന്റ്. എഡിറ്റ് വിത്ത് എലമെന്റ് ഓർ വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അത് കറക്റ്റ് തന്നെയാണ്. ഓക്കെ, ഇനി ആ കോണ്ടാക്ട് പേജ് ഒന്ന് എടുത്തോളൂ സുഹേറ. ഓക്കെ, ശീതൾ പറയാൻ പറ്റുമോ ഈ പേജിനെ നമ്മൾ എങ്ങനെ എഡിറ്റ് ചെയ്യും? എഡിറ്റ് വിത്ത് എലമെന്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ. ഓക്കെ, ഫൈൻ ഫൈൻ. ഇപ്പൊ പിടികിട്ടിയോ എല്ലാവർക്കും? യെസ് സർ. ഇത് ഭയങ്കര സിമ്പിൾ ആണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് തിങ്കളാഴ്ച വരുമ്പോഴേക്കും നമ്മുടെ ഈ പേജസിനെ എല്ലാം നമ്മൾ എഡിറ്റ് ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുക, നമ്മുടെ രീതിയിലാക്കി മാറ്റാം. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. അവിടെ തന്നെ കണ്ടോ, നമുക്കൊരു ലോഗോ ഉണ്ട്, N എന്ന് പറഞ്ഞിട്ട്. യെസ്. ആ ലോഗോനെ നമുക്കൊരു ദിവസം മാറ്റണം എന്ന് വിചാരിക്കാം. നമ്മൾ ലോഗോ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിനെ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക എങ്ങനെയാണ് നമ്മൾ ലോഗോ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും സ്ക്രീനിലോട്ട് ശ്രദ്ധിക്കുക. ജിൻഷ, ശീതൾ, ജോമോൻ എല്ലാവരും സുഹൈറ ഷെയർ ചെയ്തിരിക്കുന്ന സ്ക്രീനിലോട്ടൊന്ന് ശ്രദ്ധിച്ചോളൂ. വേണമെങ്കിൽ ഫുൾ സ്ക്രീൻ ആക്കി വെക്കുക. എന്നിട്ട് നോട്ട് ഡൗൺ ചെയ്യുക ഹൗ ടു ചേഞ്ച് എ ലോഗോ എന്ന് പറഞ്ഞു കൊടുത്തിട്ട്. ഓക്കെ, സുഹൈറ റെഡി ആണല്ലോ അല്ലേ? Yes, sir. ഓക്കെ, അപ്പൊ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ടോപ്പില് കസ്റ്റമൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ? ആ കസ്റ്റമൈസിനെ വേണം സെലക്ട് ചെയ്യാൻ. എല്ലാവരും ഓരോ പോയിന്റ് ആയിട്ട് എഴുതിയെടുക്കുക. കസ്റ്റമൈസ്. കസ്റ്റമൈസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ലോഗോ കണ്ടോ ടോപ്പിൽ? നമ്മുടെ അല്ല, ഡീഫോൾട്ട് ആയിട്ട് വന്ന ലോഗോന്റെ അവിടെ കർസർ കൊണ്ടുവരുമ്പോൾ അതിനകത്തൊരു എഡിറ്റ് ബട്ടൺ, ഒരു പേനയുടെ സിമ്പൽ പോലെ കാണാൻ പറ്റും. അതിനെ ഒറ്റ തവണ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നമുക്കതിനെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. താഴെ കണ്ടോ ഡിഫറെൻറ്റ് ലോഗോ ഫോർ ഡിഫറെൻറ്റ് ട്രാൻസ്പെറൻറ്റ് ലോഗോ, അതിനെ ഓഫ് ചെയ്യുക. ഇനി ഒന്നും കൂടി ആ N എന്ന് പറഞ്ഞ ലോഗോന്റെ അവിടെ കർസർ കൊണ്ടുവരിക. ആ എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ചേഞ്ച് കൊടുത്താൽ മതി അല്ലേ? ഓക്കെ, ചേഞ്ച് കൊടുത്തിട്ട് നമ്മുടെ ലോഗോനെ വേണം അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ. ഇപ്പോൾ ലോഗോ ഇല്ലല്ലോ, തൽക്കാലം എന്തെങ്കിലും ഒരു ഇമേജോ എക്സാമ്പിൾ എന്തെങ്കിലും ഒരെണ്ണം കൊടുത്തോളൂ. അല്ലല്ല, ലോഗോ അവിടെ തന്നെ എടുത്തോ, അവിടെ തന്നെ ഉള്ള എടുത്തോളൂ. തൽക്കാലം ബസ്സിന്റെ കൊടുത്തോളൂ. ഓക്കെ, ശരിക്കും ഇത് ലോഗോ അല്ല, ചുമ്മാ ഇപ്പോൾ ഇമേജ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇടുന്നു എന്ന് മാത്രമാണ്. അതിനെ സെലക്ട് കൊടുത്തോളൂ കേട്ടോ. സുഹൈറ റൈറ്റ് സൈഡിൽ താഴെ സെലക്ട് എന്ന് പറഞ്ഞാൽ ഉണ്ടോ താഴെ, ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ ഏറ്റവും ബോട്ടം താഴോട്ട് പോട്ടെ അത് തന്നെ നീല കളറിൽ താഴെ അതിൻ്റെ താഴെ യെസ്, അതിനെ സ്കിപ്പ് കൊടുത്തോളൂ. സ്കിപ്പ് ക്രോപ്പിംഗ്. ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ആഡ് ചെയ്തു എന്ന് മാത്രം. ഓക്കെ,
ഇനി താഴോട്ട് വരിക, ഏറ്റവും താഴോട്ട് വരിക, ഏറ്റവും താഴോട്ട് വരിക. അവിടെ കണ്ടോ വീണ്ടും ഒരു N വന്നിരിക്കുകയാണ്. അതിനെ നമ്മൾ എങ്ങനെ എഡിറ്റ് ചെയ്യേണ്ടതാണ്? ആർക്കാ പറയാൻ പറ്റുക? അതിന്റെ സെന്ററില് യെസ്, ആ പേനയുടെ സിമ്പിളിൽ ക്ലിക്ക് ചെയ്ത് ആ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നില്ല. അതൊരു ഐഡിയ കിട്ടിയല്ലോ സുഹേറ. ജിൻഷ, ശീതൾ എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ. ഇനി നമുക്കൊരു 2 മിനിറ്റ് നമുക്കത് കവർ ചെയ്യാം. തൽക്കാലം അതിനെ പബ്ലിഷ് എന്ന് പറഞ്ഞു കൊടുക്കുക ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ. ഇനി എന്ത് ചെയ്യണം? ലെഫ്റ്റ് സൈഡിൽ ഒരു ക്ലോസ് ബട്ടന്റെ സിമ്പിൾ കണ്ടോ? ഓക്കെ, ഓക്കെ, ഫൈൻ. ഇനി നമ്മുടെ ഡാഷ്ബോർഡിൽ എങ്ങനെയാ വരുന്നത്? ഓക്കെ, ഓക്കെ, ഫൈൻ. അപ്പൊ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു ഐഡിയ കിട്ടി എല്ലാവർക്കും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഇങ്ങനെ ഈ തിങ്കളാഴ്ച വരുമ്പോഴേക്കും എല്ലാവരും ഈ വെബ്സൈറ്റിനെ ഒന്ന് എഡിറ്റ് ചെയ്ത് നമ്മുടെ ഓൺ രീതിയിലാക്കി മാറ്റുക. ഓക്കെ ആണോ? എല്ലാവരും ഓക്കെ ആണെങ്കിൽ ഓക്കെ. ഓക്കെ. ഓക്കെ, ഓക്കെ. അങ്ങനെയാണെങ്കിൽ പതുക്കനെ നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. വേണ്ടേ?